യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ബഹുമാന്യ കർത്തൃദാസൻ ഒന്നുകൂടെ വായിച്ച് സഹായിച്ചാട്ട്. തനിക്കുള്ളവരെയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം മതി പുറത്തു വരുത്തും. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുവരും. ടൈം ആകുമ്പം വെളിയിൽ ഇറക്കും. സ്തോത്രം. ഇന്ന് രാത്രി ഞാനിവിടെ വന്നപ്പം നമ്മുടെ മനോജ് മാസ്റ്റർ ചോദിച്ചു, പ്രസംഗിക്കുന്ന വാക്യം ഇഞ്ഞു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതുവരെ പ്രസംഗം കിട്ടിയില്ല. ഇതുവരെ പിന്നെ ഇപ്പം ഇത് പറയണമെന്നൊരു പ്രേരണ. പ്രസംഗങ്ങളുണ്ട്, അതിലേത് പറയണമെന്നുള്ളതാണ്. അതിവിടെ പ്രാർത്ഥിച്ചപ്പം നടത്തിപ്പ. ഞങ്ങളുടെ യോഗമെല്ലാം നടത്തിപ്പ. ഞാൻ പാസ്റ്റർമാരോട് പറയും, പ്രാർത്ഥിച്ചിരുന്നോണം, ഏത് സമയത്ത് ഏത് ശുശ്രൂഷ ചെയ്യാനും ഒരുങ്ങിയിരുന്നോണം, വട്ട് കളിച്ച് നടക്കരുത്. നല്ല ഞങ്ങളുടെ അമ്മ പറയുന്നൊരു ഭാഷയുണ്ട്, റെഡി മണി മുണ്ടക്കയം. പരുവത്ത് നിന്നോണം, ഏത് സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കണമെന്ന്. അപ്പോൾ ഇവിടെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ ഈ വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയണമെന്നൊരു ആഗ്രഹം, പ്രേരണ. നിങ്ങളും പ്രാർത്ഥിക്കുക, നമുക്കൊന്ന് ചെന്ന് രാത്രി ധ്യാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ്. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇങ്ങനെ ധ്യാനിച്ചു വന്നത് ഇന്ന് ഡിസംബർ 25. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ചില കാര്യം പറയണമെന്നൊക്കെ ചിന്തിച്ചാൽ കഴിഞ്ഞ ദിവസം എല്ലാം ഇങ്ങനെ അത് വാക്യങ്ങളെല്ലാം ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇന്നിപ്പോൾ ഇത് പറയാനാ ഒരു പ്രേരണ. പിന്നെ അടുത്ത ഡിസംബർ 25 വല്ലതും വിളിക്കുകയെന്ന് അതായിരുന്നു നമുക്ക്. പിന്നെ ഭർത്താവ് വരാൻ താമസിച്ചാൽ. അപ്പോൾ ശ്രദ്ധിക്കുക, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ്. ഞാനിവിടെ വന്നപ്പോൾ അന്വേഷിച്ചു. എനിക്ക് പിറകിൽ പ്രഗത്ഭരായ പ്രശസ്തരായ വിശുദ്ധന്മാരിവിടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത് കടന്നുപോയി. ദൈവം അനുവദിച്ചാൽ നാളെ വരുന്നയാളും അതിലും മിടുക്കാനാണ്. പുള്ളിക്ക് നെടുപ്പമുണ്ട്, എല്ലാം കൊണ്ടും മിടുക്കാൻ. എനിക്കറിയാം, പിന്നെ നമുക്ക് അറിയാൻ മേലത്തെ കേസില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം അദ്ദേഹത്തെയും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ്. എന്തുവാ ഈ സുവിശേഷം? നിങ്ങൾക്കറിയാം, നമുക്കെല്ലാം അറിയാം. അറിയാൻ മേലാത്ത ആരെങ്കിലും ഓൺലൈനിലോ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ അറിവിനായി പറയുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കും അറിയാം. പിന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ഈ സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന പ്രസ്ഥാനമല്ല, ആൾക്കാരെ കൂട്ടി ഒന്നിപ്പിക്കുന്ന ഒരു മാർഗമല്ല, തയ്യൽ മിഷ്യൻ കൊടുക്കുന്ന മാർഗമല്ല, ബാത്റൂം പണിത് കൊടുക്കുന്ന അതൊന്നുമല്ല, 2 മുറി ഒരു ചായ്പും അതൊന്നുമല്ല സുവിശേഷം. പെണ്ണിനെ കെട്ടി സമൂഹ വിവാഹം 30 എണ്ണത്തിന് നിരത്തി. അത് നല്ലതാ, കെട്ടിച്ചു വിടുന്നത് നല്ലതാ. ഇല്ലേ പിള്ളേർ ഓട്ടോയിൽ അങ്ങ് പോവും. അങ്ങനത്തെ കാലവാ. തെളിവൊക്കെ പിന്നെ തരാം. സ്തോത്രം. അതൊക്കെ നല്ലതാ. പക്ഷേ സുവിശേഷം എന്ന് പറയുന്നത് മനം മാറ്റുകയല്ല. അമ്മ സുവിശേഷം ഒരു വ്യക്തിയാ. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസ്രയനാകുന്ന യേശു. ഒരു ക്ഷമാപണം. 1.5 മണിക്കൂർ വചന ശുശ്രൂഷ എന്ന് പറഞ്ഞെങ്കിലും ഒരു ക്ഷമാപണം. ഞാനിടയ്ക്ക് പാട്ട് പാടും, അതുകൂടെ ചേർത്താ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവലി ബന്ധാനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവലി ബന്ധാനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ
പ്രയോഗം, ഇവൻ അത്ര മഹാനെന്ന് നോക്ക്. ഹല്ലേലൂയ. കാണാൻ കൊള്ളാവുന്നവനെ യേശു, അല്ല നാക്കും ചാടിച്ചിരിക്കുന്ന ആളാണ് യേശു. ഓ തോന്നച്ചോട് പേടി വല്ലതും ഉണ്ടോ? തല്ലുകൊള്ളുകയെന്നെ നമ്മൾ രണ്ടും തല്ലുകൊള്ളും. ഞാൻ തന്നെ കൊണ്ടുവച്ച് പോകുകയല്ല. പിന്നെ സ്തോത്രം പറയാതിരിക്കുന്നതിനെല്ലാം തല്ലുകൊള്ളിപ്പിക്കും. അവിടെ ഇവിടെ പിന്നെ എനിക്ക് സന്തോഷം, എല്ലാം നൃത്തം ചെയ്താ ദൈവത്തെ ആരാധിക്കും. ഇതാ മാതൃക. IPCയിലെ എല്ലാ സെന്ററുകാരും വിശേഷിച്ച് കൊട്ടാരക്കര സെന്ററുകാരെല്ലാം ഇത് കണ്ട് പിന്നെ അതിനെ പേടി തന്നെ. സ്തോത്രം. ഇത് മാതൃകയാ. നല്ല നല്ല കാര്യം നല്ലതാണ് പറയണ്ടേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവനെ പോലെ യോഗ്യനായ ഒരുവൻ എവിടെ ഇരിക്കുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് കാണാൻ കൊള്ളാം, ഒരു തല അത് മതിയല്ലോ, 2 കയ്യ് മതി, 2 കാല്, 1 മൂക്ക്, 2 തോള, അതൊക്കെ ന്യായം. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, മോശയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, യോനയിലും വലിയവൻ, ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. Praise the Lord. Hallelujah. എന്റെ അഭിഷിക്തന്മാരെ, ദൈവ ബഹുമാന്യ കർത്തൃദാസന്മാരെ, ഈ കർത്താവിനെ സേവിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യം. ഈ കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യം. ദൈവ കുഞ്ഞുങ്ങളോട് പറയാ, ഈ യേശുവിനെ അറിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇതുപോലെ യോഗ്യനായ, ഉന്നതനായ, മഹിമയുള്ള ഒരുവനെ ആരാധിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ പാട്ട് വരുന്നു. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ പ്രിയരെ, നാം എന്തു ഭാഗ്യമുള്ളോ. നാഥന്റെ കാഴ്ചവട്ടു നാൾ തോറും പിന്തുടരാൻ മാതൃകയായി മാതൃകയായി ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ പ്രിയരെ, നാം എന്തു ഭാഗ്യമുള്ളോ. ശീല പാടാനേ നേരമുള്ളൂ, അതുകൊണ്ടാണ്. അത് മതി, പുട്ടിനിടെ പീരയിടും പോലെ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനെ അറിയുന്നതും ആരാധിക്കുന്നതും സേവിക്കുന്നതും സ്നേഹിക്കുന്നതുമാ ഏറ്റവും വലിയ ഭാഗ്യം. അത് സുവിശേഷം, അത് നസറയനാകുന്ന യേശുക്രിസ്തു, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറായനാകുന്ന യേശുക്രിസ്തു, അതാ സുവിശേഷം. ഈ സുവിശേഷം വന്നതുകൊണ്ടല്ലയോ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഞാനും എൻ്റെ വല്യപ്പനും വല്യപ്പൻ്റെ വല്യപ്പനും ഒക്കെ നേരും ചൊവ്വനും തുണി കൊടുക്കാനൊത്തത്. ആണെന്ന്. സ്തോത്രം. പണ്ട് ഇതിനടുത്ത കൊല്ലം ഡിസ്ട്രിക്റ്റിലാ, കൊല്ലം ഡിസ്ട്രിക്റ്റാ, ഒരു യൂറോപ്യൻ വനിതയുടെ കൂടെ ഒരു സ്ത്രീ, മലബാറി സ്ത്രീ മാറുമറച്ചു വന്നു. അന്നത്തെ റാണി, ആറ്റിങ്ങൽ റാണി,
ആ സഹോദരിയെ പിടിച്ച് ആ തുണിയും പറിച്ചു കളഞ്ഞ് ഓപ്പണായിട്ട് പറയാം, മാറ് ചെത്തിയെടുത്തു. ചരിത്ര തെളിവാ. അതിന് മാറ്റം വരുത്തിയത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എവിടെ തൻ്റെ ഇടത്തോടെ പറഞ്ഞോണം, നല്ല ധീരതയോടെ നിന്നോണം. സുവിശേഷം ആ മാറ്റം വരുത്തിയത്. പ്രൈസ് ദി ലോർഡ്. എല്ലായിടങ്ങളിലും എപ്പോഴും പറയാനുള്ളത്, ആ സന്ദർഭം വന്നുകൊണ്ട് വീണ്ടും പറയുക, പള്ളിക്കുടുത്തിക്കാറാനത്തത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. പള്ളിക്കുടുത്തി കയറാനേ പണ്ടൊരു പെങ്കൊച്ചിനെ പള്ളിക്കുടുത്തി കൊണ്ടിരുത്തി. അമ്മമാര് പള്ളിക്കുടത്തിന് തീ വെച്ചു. പെങ്കൊച്ചിന്റെ പേര് പഞ്ചമി അല്ലേ? പഞ്ചമി. സ്കൂളിൽ കയറ്റിയെന്നെ. സ്തോത്രം. ഉണർവ് നടന്നല്ലോ, പൂവത്തൂർ ഉണർവ്. കേരളത്തിലെ ചരിത്ര പ്രധാനമായ ഉണർവുകളിലൊന്നാണ് പൂവത്തൂർ ഉണർവ്. പാസ്റ്റർ PM ഫിലിപ്പിന്റെ പിതാവ് ഒടിമല മത്തായിച്ചന്റെ കാലത്ത് നടന്ന ഉണർവാണ്. അന്ന് ആദിമ നൂറ്റാണ്ടിലെ ഭക്തന്മാരെല്ലാം വന്ന് ശുശ്രൂഷിച്ചു. മെയിൻ പ്രസംഗകൻ തങ്കയ്യാച്ചനായിരുന്നെന്ന ART അതിശയം. അത് അതിശയം തന്നെ ആയിരുന്നെന്ന. അതാ പാസ്റ്റർ PAV സാമിന്റെ പിതാവ് തങ്കയ്യാച്ചൻ, പിന്നെ പൊടിമല മത്തായിച്ചൻ, പിന്നെ പഴയ ആൾക്കാരുണ്ട്. ഞാൻ പേരിപ്പം സമയമില്ല, അതുകൊണ്ടാണ്. ഭക്തന്മാരായ അനേകം പ്രിയപ്പെട്ടവർ. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമേറിയ കേരളത്തിലെ ഉണർവുകളിൽ പ്രാധാന്യമർഹിക്കുന്ന ഉണർവാണ് പൂവത്തൂർ ഉണർവ്. പക്ഷെ ആ പൂവത്തൂരിന് അടുത്ത് പുല്ലാട് ഒരു ഒരു പയ്യനെ സ്കൂളിൽ വെച്ചതിന് ആ സ്കൂളും തീ കത്തിച്ചു. ആ സ്കൂളും കത്തിച്ചു. ആ പയ്യന്റെ പേര് നിങ്ങൾ ചരിത്രം പഠിക്കുന്ന തേവൻ എന്ന തേവൻ എണ്ണിക്കാട്ടുകാരനാ. കുമ്പനാടിനപ്പറേ, ഓവറയ്ക്കപ്പറേ, എണ്ണിക്കാട്ട് തീ വെച്ചു സ്കൂളിന്. പിന്നെ ഉണ്ടായത് ആ പുല്ലാട് പിന്നത്തെ സ്കൂള്. അങ്ങനത്തെ വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു ഈ കേരളത്തിലും. അതിന് മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. 4 അക്ഷരം കൂട്ടി വായിക്കാനും നേരം ചൊവ്വനും തുണി കൊടുക്കാനും വൃത്തിയുള്ള വസ്ത്രം ധരിക്കാനും മാന്യമായിട്ട് ജീവിക്കാനും യോഗ്യമായിട്ട് നടക്കാനും പഠിപ്പിച്ചത് സുവിശേഷമാണ്. സ്തോത്രം. അതിന് യാതൊരു തർക്കവും ഇല്ല. ഞാനിത് പറയണ്ട, നിങ്ങൾക്കല്ല. പട്ടിക്ക് വഴി കൂടെ പോകാൻ മനുഷ്യന് പോകാൻ മേല. ഇപ്പൊ പിന്നെ പട്ടിയെ കൊല്ലരുതെന്ന ഒരു തള്ള. പട്ടിക്ക് വഴി കൂടെ പോകാം, മനുഷ്യന് പോകാൻ മേല. മനുഷ്യനെ കണ്ടാൽ എറിഞ്ഞു ഓടിക്കും, പട്ടി അതിലേ പോയാ. അതല്ലേ ആശാൻ ഈ അവസ്ഥയെല്ലാം കൂടെ കണ്ടോണ്ട ഒരു കവിത തന്നെ കഴിയും. ദുരവസ്ഥ നമ്മൾ പഠിച്ചതാ. ഈ അവസ്ഥയെല്ലാം കൂടെ കണ്ടോണ്ട ദുരവസ്ഥ. മറ്റുള്ളവർക്കായുഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും, മറ്റുള്ളവർക്കായുഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷി പണി ചെയ്യുവാനും. പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷി പണി ചെയ്യുവാൻ. തൊട്ടുകൂടാത്തവർ തീണ്ടി കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലകോ ജാതി കോമരങ്ങൾ. നിങ്ങള് വളരെ അറിവും വിദ്യാനുഗുണന്മാരാ എന്നെ കേൾക്കുന്നെന്നറിയാം, അതുകൊണ്ട് ഞാൻ വിവരിക്കണ്ടല്ലോ. അതെ, ഇങ്ങനെയുള്ള ഈ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തിയത് സുവിശേഷം. അതുകൊണ്ട് എവിടെയും ഉയർത്തുവാനും എവിടെയും പറയുവാനും എവിടെയും ഉച്ചസ്ഥരം ശങ്ക കൂടാതെ ഭയം കൂടാതെ ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, സുവിശേഷം മാത്രമാണ്. എവിടെയും പറഞ്ഞോണം.
അതെ, ഇന്ന് രാത്രി ആ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. യേശുക്രിസ്തുവാണ് സുവിശേഷം. യേശുക്രിസ്തു. ഈ പുതിയ നിയമത്തിൽ നമ്മൾ 4 സുവിശേഷങ്ങളായിട്ട് ആ പുസ്തകം പഠിക്കുന്നത്. ഇവിടെ ബൈബിൾ സെമിനാരി ആയതുകൊണ്ട് ഞാൻ പേടിച്ചാ പ്രസംഗിക്കുന്നത്, പേടിച്ചാ പറയാൻ. അപ്പൊ അതുകൊണ്ട് പ്രാരംഭത്തിൽ 4 സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 4 പേരും എടുത്തിന്റെ 4 സുവിശേഷമല്ല, സുവിശേഷം ഒന്നേ ഉള്ളൂ. പിന്നെ സുവിശേഷത്തിന്റെ 4 വിശേഷതകൾ, എന്റെ ഭാഷയാ. 4 വിശേഷതകൾ 4 പേരും രേഖപ്പെടുത്തിയിരിക്കുക. 1, യേശുക്രിസ്തു രാജാതി രാജാവാ. 2, യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായിട്ട് ഇവിടെ വന്നതാ. 3, യേശുക്രിസ്തു ദാസരൂപം എടുത്ത മഹത് വ്യക്തിയാ. 4, യേശുക്രിസ്തു നിത്യ സത്യ ഏക ദൈവമാണ്. അതാണല്ലോ 4 പേരുടെ എഴുത്തിന്റെ ഉദ്ദേശം. പിന്നെ വേറെ പഠിതാക്കൾ പറയുന്നത് മത്തായിയുടെ എഴുത്തിന്റെ ഉദ്ദേശം യഹൂദന്മാരെ ഉദ്ദേശിച്ച് എഴുതിയെന്ന, ഉന്നം വെച്ചത് യഹൂദന്മാരെയാ. അതിനായി പാരമ്പര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായി, യേശുക്രിസ്തുവിന്റെ വംശാവലി. ഇവർക്ക് ഈ വംശാവലി കേൾക്കുന്ന വലിയ ഇഷ്ടം. ഒരു പൊടി സുഖമാണ്. പെന്തിക്കോസ് വന്നെങ്കിൽ ഇത് പറയുന്നത് മിണ്ടുകാല. പെന്തിക്കോസ് വന്നെങ്കിൽ ഇത് ഇടയ്ക്ക് പറയുന്ന ഒരു പൊടി. പിന്നെ നമ്മൾ എന്നിട്ട് പത്രോസിന്റെ ലേഖനവും പ്രസംഗിക്കും. വ്യർത്ഥവും പിതൃവാര്യമ്പര്യമുള്ള നിങ്ങളുടെ അണപ്പിൽ നിന്ന് നമുക്ക് പിന്നെ ഏത് റൂട്ടിൽ കൂടെയും പ്രസംഗിക്കാൻ അറിയാം. പണ്ടൊരാൾ വന്ന് പറഞ്ഞു, സ്നാനം, മുടികൾ സ്നാനം ശരിയാണെന്ന് പറയണോ തെറ്റാന്ന് പറയണോ, രണ്ടിനും എൻ്റെ കയ്യിൽ വാക്യമുണ്ടെന്ന്. നിനക്കിപ്പോൾ ഇത് ഇവിടെ എന്നാ വേണ്ടത്, ശരിയെന്ന് പറയണോ? അപ്പൊ ശ്രദ്ധിക്കുക, മത്തായി യഹൂദനെ ഉന്നം വെച്ചാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആ പാരമ്പര്യം, അവർക്ക് ഈ പാരമ്പര്യം കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഇവിടെ അപ്പച്ചന്റെ കാര്യം പറയാനേ, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ ഒക്കെ കാര്യം കേൾക്കുമ്പോൾ ഒരു പൊടി സുഖവും, ഉറങ്ങിയിരിക്കുന്ന ഒരു പെട്ടെന്ന് കണ്ണു തിരുമി എഴുന്നേക്ക്. അതുവരെ വായിക്കോട്ടെ വിട്ടിരുന്ന എറിയാച്ചൻ അത് കേട്ടപ്പോൾ നമ്മുടെ അപ്പച്ചന്റെ കാര്യം അതൊരു പൊടി സുഖമാണ്. അപ്പൊ യഹൂദന്മാരെ ഉദ്ദേശിച്ച മത്തായി എഴുതിയിരിക്കുന്നത് ഒരു പാരമ്പര്യക്കാരാ. പാരമ്പര്യം പറയുന്നത് ഇഷ്ടമാണ്. എന്നാൽ പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, അന്തമില്ലാത്ത വംശാവലി. യോഗം കഴിഞ്ഞിട്ട് വിളിക്കാൻ, യോഗത്തിനിരിക്കാന്ന് പറ. അപ്പോൾ അന്തമില്ലാത്ത വംശാവലി. സ്തോത്രം. ഒരു ദൈവ പൈതൽ വല്ലതും പ്രശംസിക്കാനുണ്ട്, കാൽവരി ക്രൂശില. പ്രൈസ് ദി ലോർഡ്. കാൽവരി ക്രൂശില. എന്തെങ്കിലും 2 കാര്യം പറയാനുണ്ടെങ്കിൽ അവിടുത്തെ ക്രൂശില. ജ്ഞാനി തന്റെ ജ്ഞാനത്തിലും ബലവാൻ തന്റെ ബലത്തിലും ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. അവൻ വേറൊരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനോട് ചേർത്തോ. അവൻ മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാ. നമുക്ക് വല്ലതും പറയാനുണ്ട്, കാൽവരി ക്രൂശില. പ്രൈസ് ദി ലോർഡ്. അതെ, മത്തായി പാരമ്പര്യത്തെ സൂചിപ്പിച്ച് എഴുതി. മർക്കോസ് റോമാക്കാരെ ഉന്നം വെച്ചാ എഴുതിയിരിക്കുന്നത്. റോമാക്കാരെ പറ്റി ചിലർ പറയുന്നത് അവർക്ക് ഈ വലിച്ചു വാരി പറയാൻ ഇഷ്ടമല്ല, തന്നെയല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അതുകൊണ്ട് റോമാക്കാരെ ഉന്നം വെച്ച് എഴുതിയിരിക്കുന്നതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായമുള്ളൂ. മറ്റേത് പാരമ്പര്യം പറയുന്നത് കൊണ്ട് 28 അധ്യായത്തിൽ വന്നു. ഇത് വലിച്ചു വാരി പറയുന്ന അവർക്ക് ഇഷ്ടമല്ല. കാവാലത്തിൽ നിന്ന് ചെറുവക്ക വന്നു. ഉത്തരം പറഞ്ഞ കാവാലത്തിന്റെ പ്രദേശത്ത് നിന്ന് യാത്ര ചെയ്ത് ചെറുവക്കലിന്റെ പ്രദേശത്ത് വരുവാൻ തക്കവണ്ണം അത് റോമാക്കാർക്ക് ഇഷ്ടമല്ല. കാവാലത്തിൽ നിന്ന് ചെറുവക്ക വന്നു, പെട്ടെന്ന് പറയാമല്ലോ. പിന്നെ നമുക്ക് സമയവും ഇല്ല. വരും അളവിൽ വന്നെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ റോമാക്കാർക്ക് ഈ നിലയിലായതുകൊണ്ട് 16 അധ്യായത്തിൽ അങ്ങ് കാര്യം പറഞ്ഞു തീർത്തു. എന്നാൽ ലൂക്കോസ് അല്പം കൂടെ ചരിത്രം നന്നായിട്ട് പഠിച്ചയാളാ. നിങ്ങൾക്ക് ആ കാര്യമെല്ലാം അറിയാം. ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന് ശുശ്രൂഷകന്മാർ വായിച്ച ഒന്നിന്റെ ഒന്ന് വായിച്ചോളാം. ലൂക്കോസ് 1. ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത്. കണ്ടോ? അപ്പൊ ക്രമമായി എഴുതുന്നത്.
ആവശ്യമെന്ന് എനിക്ക് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട്. അപ്പൊ ഇത് ആദ്യം മുതൽ നന്നായി സൂക്ഷ്മമായി പഠിച്ചു, ചരിത്രം പഠിച്ച് ഡോക്ടറാണല്ലോ. അപ്പൊ അതിന്റെ ജ്ഞാനമുണ്ട്. എനിക്ക് വിദ്യാഭ്യാസമില്ലെന്ന് എൻ്റെ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം. ഓ എന്നാളൊരു തള്ള പറഞ്ഞു അയാൾക്ക് വിവരമൊന്നുമില്ലെന്ന്. കറക്റ്റാ തള്ള പറഞ്ഞു. അതെ, അയാൾക്ക് വിവരമൊന്നുമില്ലെന്ന് പറഞ്ഞു. അല്ല, ഇല്ല ഇല്ല എന്നാ ഇദ്ദേഹം ഡോക്ടറാ. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താ എഴുതിയിരിക്കുന്നത്. ആദ്യം മുതൽ പഠിച്ചു, സൂക്ഷ്മമായി പഠിച്ചു, അത് ക്രമമായിട്ട് എഴുതി. എന്ന് പറഞ്ഞ കെട്ടുകഥ, ഉമ്മാക്ക് കഥ, അമ്മുമ്മ കഥ അല്ല സുവിശേഷം. പണ്ട് 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 അതൊന്നും ഇവിടെ പറയണ്ട, ഉള്ള കാര്യമാണ്. ഇത് അമ്മുമ്മ കഥയല്ലെന്ന്, ഇത് പരമാർത്ഥമായ കാര്യമാണ്. അതെവിടെയും പറഞ്ഞോണം. അപ്പൊ ലൂക്കോസ് ക്രമമായി സൂക്ഷ്മമായി ആദ്യം മുതൽ എല്ലാം പഠിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത്ര കൃത്യമായിട്ടാ ആ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് വിവരമുള്ളവർക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കി ഇതൊക്കെ സത്യമായ കാര്യമെന്ന്. വിവരദോഷികൾ പറയും ചുമ്മാടാ യേശു. പിന്നെ വിവരദോഷികളോട് നമ്മൾ പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. കട വന്നെടുക്കുക. അപ്പച്ചൻ പണ്ട് പറയുമായിരുന്നു, ഗുണമാകുകയില്ല എന്ന് പ്രസ്താവിച്ച് കൊള്ളുന്നു. മൺമറഞ്ഞ ബഹുമാനപ്പെട്ട സി കെ ദാനിയേൽ അവർ പറയും, ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളെല്ലാം പലരും കണ്ടവരാ, അനുഭവിച്ചു വരുക. അദ്ദേഹം പറയുമായിരുന്നു, ഗുണമാകുകയില്ല എന്ന് പ്രസ്താവിച്ചു കൊള്ളുന്നു. അപ്പോൾ വിവരദോഷികളോട് പറഞ്ഞിട്ട് കാര്യം, വിവരമുള്ളവർക്കറിയാം ഇത് പരമാർത്ഥമായ കാര്യമാണ്. അതെ, ഓടിച്ചു പോകാം. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമാണ് ഈ ലൂക്കോസ് യവനായരെയും കൂടെ ഉന്നം വെച്ചാണ് എഴുതിയിരിക്കുന്നത്. അവർ ജ്ഞാനമുള്ളവരാ. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാരോ ജ്ഞാനം അന്വേഷിക്കുന്നു. അവർക്ക് നല്ല അറിവാണ്, നല്ല കാര്യങ്ങളൊക്കെ ചരിത്ര തെളിവോടിടണം. അത് ലൂക്കോസ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ആരും കയറി കൊമ്പ് കോർക്കുകയല്ല. എന്നാൽ ഈ മൂന്ന് സുവിശേഷകളിൽ നിന്നും വ്യത്യസ്തനാണ് യോഹന്നാൻ. യോഹന്നാന്റെ എഴുത്തിന്റെ ഉദ്ദേശം നമുക്കറിയാം, യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യോഹന്നാൻ എഴുതിയതിന്റെ യോഹന്നാൻ ഉന്നം വെച്ചത് മുഴുവൻ ദൈവസഭയെ ഉന്നം വെച്ച് എഴുതിയതാണ്. ദൈവസഭയ്ക്ക് ചരിത്രം നല്ലതാ, പക്ഷെ അതിനല്ല നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ചരിത്രം തെറ്റാന്നല്ല, ചരിത്രം അത്യാവശ്യമാണ്. അതിനല്ല നമ്മൾ ആക്കം കൊടുക്കുന്നത്. പാരമ്പര്യത്തിന് നമ്മൾ ഒട്ടും വലിയ വില കൽപ്പിക്കുന്നില്ലെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പിന്നെ ഒരു കല്യാണം ആലോചിക്കട്ടെ, മോനൊരു കല്യാണം വെച്ചാൽ അത് ചെറുക്കൻ്റെ വീട്ടുകാർ മാർക്കം കൂടിയതാണോ അതോ നിങ്ങൾ ആലോചിച്ചെന്നല്ലി പറഞ്ഞ് ആലോചിക്കുന്ന ബിരുദന്മാരുണ്ടെന്നാ ഞാൻ ഈ പറഞ്ഞത്. അല്ല, ഞാൻ തമാശ പറഞ്ഞതല്ല. നമ്മൾ ഇപ്പൊ തോന്നോട് നടക്കുക, ദൈവമേ ആ പുറകെ ഇരുന്നത് എന്നെ പിടിച്ച് മുന്നിരുത്തി, അച്ചായൻ ഇവിടെ വന്നത് എനിക്കൊരാശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. കാര്യത്തോടെ എടുക്കുമ്പോൾ നേരെ പാരമ്പര്യത്തോട്ട് പോകും. എന്നാൽ നമുക്ക് ദൈവമക്കൾക്ക് പാരമ്പര്യമല്ല പ്രാധാന്യം. ചരിത്രം നല്ലതാ, പക്ഷെ അതിനല്ല നമ്മൾ ആക്കം കൊടുക്കുന്നത്. അവൻ സ്റ്റാൻഡേർഡ് അതും നല്ലതാ, പക്ഷെ അതിനല്ല പ്രാധാന്യം. നമുക്ക് ആവശ്യം ദൈവത്തിന്റെ വചനമാണ്. ദൈവസഭയ്ക്ക് ആവശ്യം ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് 1-ാം അധ്യായത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി, അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്. എന്നെ സങ്കടപ്പെട്ടിരിക്കുന്നത്, എന്നോട് വൈരാഗ്യം വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാനൊരു പോഷനാ. പ്രൈസ് ദി ലോർഡ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയാ, ആ വചനം ദൈവമാ. നമുക്ക് ദൈവസഭയ്ക്ക് ആവശ്യം വചനമാ. ദൈവസഭയ്ക്ക് ഇളക്കപ്പരിപ്പം നല്ലതാ, പക്ഷെ അതല്ല നമുക്ക് അടിസ്ഥാനം തിരുവചനമാ. ഈ തിരുവചനം അണ്ണാക്കിന് മധുരമാ, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാ. ഇത് ഉലകിലേക്ക് ശുദ്ധി ചെയ്ത വചനമാ. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. ഈ വചനം നിനക്ക് രോഗശാന്തി ഉണ്ടാക്കും. വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, അന്യായ ബന്ധനങ്ങളെ അടിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ദൈവശക്തി വെളിപ്പെടട്ടെ. തേനിലും താൻകട്ടകിലും മധുരമുള്ള തിരുവചനം, അണ്ണാക്കിന് മധുരമായ തിരുവചനം.
തന്നിലും മധുരം വേദമല്ലാതിൻ നേതുണ്ടു ചൊൽ തോഴ. തന്നിലും മധുരം ഏതുണ്ടു ചൊൽ തോഴ. സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ തിരുവചനം നമ്മുടെ കയ്യിൽ ലഭിച്ചത് വലിയ ഭാഗ്യമാണ്. ഇത് മാറോട് ചേർത്ത് കൊണ്ട് നടന്നോണം. ഇപ്പൊ പിന്നെ ഉപദേശിമാർക്ക് ഇത് കൊണ്ടുപോകാൻ നേരമില്ലേ. അവന്റെ ടാബ് കുന്തം സങ്കീർത്തനമായി ചാട്ട ബേവിച്ച ഉടനെ കുന്തം തപ്പി നോണ്ടില്ല. പിന്നെ കുറ്റം പറയാന്ന് പറയരുത്. കമ്പ്യൂട്ടർ നല്ലതാ, മൊബൈൽ നല്ലതാ, പിന്നെ അതിന്റെ പറഞ്ഞ ഇതിന്റെ പറഞ്ഞ ടാബ് നല്ലതാ. പക്ഷേ ഒരാത്മിക ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ നീ വേറെ പുസ്തകം എടുത്തുകൊണ്ട് നിൽക്കുന്ന നല്ലത്. വേറെ പുസ്തകം ഇല്ലാതെ സെന്ററിൽ ആരാലും വന്നാ കയറ്റിയാക്കരുത്. കയറ്റിപ്പോ ഇല്ല ഇല്ല. ഇവിടെ പിന്നെ കുഴപ്പമൊന്നുമില്ല, കേട്ടരുത്. വേറെ പുസ്തകമായിട്ട് വരണം പറയണം. ആ അപ്പൊ എനിക്കറിയാൻ വരികയില്ലെന്നെങ്കിൽ ഞാൻ ഓടുന്ന പട്ടിക്ക് ഒരു മടം കൂട്ടി എറിഞ്ഞെന്നേ ഉള്ളു. ഏതേലും മെഡലുകൾ വന്നാലോ. വേറെ പുസ്തകത്തിനാ പ്രാധാന്യം. ടാബ് വേണ്ടെന്നല്ല, കമ്പ്യൂട്ടർ വേണ്ടെന്നല്ല, മൊബൈൽ അതൊക്കെ നല്ലതാ. ഈ വന്ന കാലത്ത് അതൊക്കെ അത്യാവശ്യം, വളരെ അത്യാവശ്യമാണ്. പക്ഷേ എന്റെ സഹപഠന്മാരോടൊരു കാര്യം പറയാം, മാന്യ കർത്തദാസന്മാരോടൊരു കാര്യം പറയാം. ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ നീ തിരുവചനവുമായിട്ട് നിൽക്കണം. ഇതല്ലയോ നിന്നെ ഇത്രത്തോളം ഉയർത്തിയത്? ഇതല്ലയോ ഇത്രത്തോളം മാന്യത തന്നത്? ഇതല്ലയോ ഇത്രത്തോളം ആദരിപ്പിച്ചത്? ഹല്ലേലൂയ. ഉപദേശിമാരെല്ലാം ശുശ്രൂഷയ്ക്ക് നിങ്ങളുടെ കാര്യമല്ല കേട്ടോ. ആ വേണേ പറ, ഇനി അയാളെ ഈ അടിച്ചതിനകത്ത് തിരുവചനമാ. ശവസംസ്കാരത്തിനൊക്കെ ചെല്ലുമ്പോൾ മൊബൈൽ വെച്ചാ കർത്താവേ നീ തലമുറ അന്നേരം സ്വിച്ച് ഓഫ് ആയി പോയി. കർത്താവേ നീ തലേന്ന് പറഞ്ഞപ്പോഴേ സ്തോത്രം. ഇനി ഉണർവ് കയറി മൊബൈൽ തല്ലി പൊട്ടിക്കരുത്. ഇന്നാ എനിക്കിത് മനസ്സിലായത്. ഒറ്റയേറ് തേങ്ങ ഉടയ്ക്കും പോലെ അതാവശ്യമാണ്. പക്ഷെ ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ അല്ല, ഇപ്പൊ ഇത് പാസ്റ്റർമാരും പറഞ്ഞു കൊടുക്കുകയല്ലെന്ന് ഒക്കെ എടുത്തിട്ട് ഒപ്പിക്കുകയല്ലേ. പറഞ്ഞു കൊടുത്ത ഉടനെ സെന്ററുകാർ ബഹളം ഉണ്ടാക്കും. നമുക്ക് സെന്റർ പാസ്റ്റേ മാറ്റണം, ഇവിടുന്ന് ഇപ്പം മാറ്റത്തൊന്നുമില്ല, ആരും ഏതെങ്കിലും ഒരുത്ത മാറ്റൊന്നും അങ്ങനെ പറഞ്ഞ എന്നോട് പറഞ്ഞോണം. അവന് വേണ്ടി ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. ആ അവൻ്റെ പരിപ്പടക്കം പ്രാർത്ഥിച്ചു. ആ കാരണം ഇത് മാന്യമായിട്ട് പോകുക, ഇത് യോഗ്യമായിട്ട് പോകുക. ഇപ്പൊ ഒത്തിരി സെന്ററിലുണ്ട്, സെന്റർ പാസ്റ്റർമാരെ എല്ലാം മാറ്റുക. അവനെല്ലാം മേടിച്ച് എന്ത് കഷ്ടപ്പെട്ട ഒരു സെന്റർ ഉണ്ടാക്കിയത് ഇല്ലേ? എന്ത് കഷ്ടപ്പെട്ട ഒരു സെന്റർ ഉണ്ടാക്കിയത്. ഇപ്പൊ കുറെ പീത്ത എല്ലാം കൂടെ എഴുന്നേറ്റ് സ്തോത്രം. ശരിയല്ല, ഇത് ശരിയല്ല. എന്റെ വിഷയമല്ലാത്ത കൊണ്ട് ഞാൻ അവിടെ നിന്ന് സെന്ററിന്റെ യോഗമായിരുന്നു, ഞാൻ പേരിക്കായിരുന്നു. ഇത് ചെറുപ്പക്കളി യോഗമാണ്. എന്തായാലും കൊള്ളാം, തിരുവചനമാണ് നമ്മെ ഉയർത്തിയത്. നീ ഇതിനെ ഉയർത്തുകയാണ്, ഇത് നിന്നെ ഉയർത്തും. ഇതാണ് നമ്മുടെ അടിസ്ഥാനം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവസഭയ്ക്ക് ആവശ്യം ദൈവത്തിന്റെ വചനമാണ്. അല്ല, ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി, ആ വചനം ദൈവമാ. നമുക്ക് അടിസ്ഥാനം തിരുവചനമാണ്. അപ്പൊ ദൈവസഭയെ ഉദ്ദേശിച്ചാണ് യോഹന്നാന്റെ എഴുത്തിന്റെ ഉദ്ദേശ ശുദ്ധി അല്ലാതാണ്.
അപ്പൊ അതുകൊണ്ട് യോഹന്നാന്റെ എഴുത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തുവാണ് ഏകദൈവം, യേശുക്രിസ്തുവാണ് സത്യദൈവം, യേശുക്രിസ്തുവാണ് നിത്യദൈവം, യേശുക്രിസ്തു മാത്രമാ ദൈവം. ദൈവം കളിച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം നടക്കുന്നത് നിങ്ങളൊന്നും ദൈവമല്ല. പിന്നെ ദൈവം കളിക്കുന്നത് കാശ് കൂടുതൽ പെണ്ണുങ്ങളാണ് ഉണ്ടാക്കുന്നത്. കൊല്ലം ഡിസ്ട്രിക്റ്റിലൊക്കെ ഉണ്ടല്ലോ പെണ്ണുങ്ങൾക്കാ. പിന്നെ സ്തോത്രം, യേശുക്രിസ്തു മാത്രമാ ദൈവം. ചത്തമർത്തിയാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. ചത്തമർത്തിയാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. ഏകസത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏകസത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏകസത്യ ദൈവമേയുള്ളൂ. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി. കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. ഏകസത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏകസത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഹല്ലേലൂയ. ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ യേശുക്രിസ്തു മാത്രമാ ദൈവം. ഹല്ലേലൂയ. വേറെ ഒരുത്തനും ദൈവമല്ല. നീ ദൈവം കളിച്ച് നിന്റെ ഊപ്പാട് വരുന്നതല്ലാതെ നിനക്കൊരു ഗുണവും വരികയില്ല. നിന്റെ അടുക്ക വരുന്നവനും ഗുണം വരികയില്ല. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വാ, നിനക്ക് സമാധാനമാ. യേശുക്രിസ്തുവിനെ ആരാധിക്ക്, നിനക്ക് വിടുതല. യേശുക്രിസ്തുവിനെ സേവിക്ക്, അതാ ഏറ്റവും വലിയ ഭാഗ്യം. ഈ എൻ്റെ സഹപഠന്മാരോട് പറയാം, സോപ്പ് ഇട്ടോന്ന് ഇനി പറഞ്ഞിട്ട് അത് പുറത്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അകത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാവരും അങ്ങ് സുഖപ്പീരുകാരാ. അവറാച്ചനെ ഒന്നും പറയുന്നത്, അവറാച്ചൻ വല്ലപ്പോഴും ഒന്ന് ഇച്ചിരി വാട്ടീസ് അടിക്കുമെന്നുള്ളൂ. എന്നാലും സഭയ്ക്ക് വളരെ അവറാച്ചൻ ബിയറേ കഴിക്കുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ പെരുക്കുന്നതാ. സ്തോത്രം സ്തോത്രം. ഞാൻ ആ ഭാഗത്തൊന്നും നിൽക്കുന്നില്ല. നിൽക്കാത്ത എന്നാന്ന് ചോദിച്ചാ അങ്ങനെ തന്നെ. അല്ല, വെളിയിലൊക്കെ കാണുന്നില്ലേ, വെളിയിലുള്ള വിദ്വാന്മാരും ബിയറടിക്കുന്നവന്മാരുണ്ട് പെന്തിക്കോസിൽ. അവന്മാരെല്ലാം കേൾക്കട്ടെ, ഞാനങ്ങോട്ട് ഇനിയും വരുന്നുണ്ട്. അത് അവനാണ് നാഷണൽ കമ്മിറ്റി. പുക്കളിന് അവിടെ വരെ ടൈ ഇട്ടാ വല്ലതും പ്രമാണമാകുമോ? എന്നെ ഞാൻ തെറ്റ് വല്ലതും പറഞ്ഞു? കൈ കാണിച്ചു എന്നെ പറഞ്ഞു. ഹരികുമാറിന് ഞാൻ ഓർത്തിന് ഞാൻ കുറ്റം വല്ലതും പറഞ്ഞു. ദൈവത്തിന് മഹത്വം. ദൈവസഭ വേർപാട് പാലിച്ചോണം. എടാ, സെന്റർ കമ്മിറ്റി കയറുന്നവൻ അഭിഷേകം പ്രാപിച്ചവനായിരിക്കണം. രക്ഷിക്കപ്പെട്ട
സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് വേർപാട് പാലിച്ച വേണം കമ്മിറ്റിയിലെ. നിനക്ക് കുറച്ച് കാശും ഉണ്ട്, വണ്ണവും ഉണ്ട്, നിന്റെ കുടുംബക്കാരെല്ലാം സെന്ററിലുണ്ട്, അന്നാ കയറ്റി വെക്കടാന്നാ. അവൻ ഇരിക്കുന്നതാ പല സെന്ററും ഗുണം പിടിക്കാത്തത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. നിങ്ങൾക്കൊന്നും ഇത് നിങ്ങളെയൊക്കെ നിങ്ങളിത് പറഞ്ഞാൽ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ഇവിടുന്ന് പൊരിപ്പിക്കും. എന്നെ ഒരുത്തനും പൊരിപ്പിക്കല. നീ പൊരിപ്പിക്കാനിങ്ങും വാ, നിന്നെ ഞാൻ പ്രാർത്ഥിച്ച് ശരിയാക്കും. സ്തോത്രം. ദൈവം ഈ പരുവത്തിന് എന്നെ നമ്മുടെ തീർക്കുന്ന കാര്യം എന്നാ പറഞ്ഞേ? ഓ, ആഫ്റ്റർ സേവ്. ഞാനൊരു ആഫ്റ്റർ സേവ, അത് ഞാൻ കടമെടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രമാണത്തിൽ നിന്നോണം, വ്യവസ്ഥയിൽ നിന്നോണം. സെൻട്രൽ കമ്മിറ്റി ആണെങ്കിലും ലോക്കൽ കമ്മിറ്റി ആണെങ്കിലും ലോക്കൽ സഭയിലാണെങ്കിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് വേർപാട് പാലിക്കുന്നവൻ കേരളം ഇല്ലാത്തവനെ ഇറക്കി വിട്. ദൈവത്തിന് മഹത്വം. പ്രമാണമാ വിഷയം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആട്ടെ, ഞാൻ ആ ഭാഗത്തിലധികം നിൽക്കുന്നില്ല. കർത്താവിന് മഹത്വം. യേശുക്രിസ്തു ഏക ദൈവമാണ്. യേശുക്രിസ്തു മാത്രമാ ദൈവം. എപ്പോഴും പറയുന്ന കാര്യം, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് നിത്യനാ, നിത്യനാ. പ്രൈസ് ദി ലോർഡ്. നിത്യനായ ദൈവം. സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് എന്നേക്കാൾ നിന്നങ്ങ് നിങ്ങൾക്ക് നന്നായിട്ട് മനപ്പാടം അറിയാം. ആമേൻ. മരണവീടുകളിലൊക്കെ നമ്മൾ ചൊല്ലുന്നതാ, താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. എന്ത് നല്ല പ്രയോഗമാണ്. വ്യാഖ്യാനിക്കാനൊന്നും നേരമില്ല. ഒറ്റ പദം മാത്രം പറയാം. പർവ്വതങ്ങൾ ഉണ്ടായതിന് മുമ്പുള്ളവനാ ദൈവം എന്ന് പറഞ്ഞ പർവ്വതം ഉണ്ടായിക്കഴിഞ്ഞുണ്ടായ ദൈവമല്ല. ഒന്നുകൂടെ പറയാം. മല ഏതാ? കുന്ന്, പർവ്വതം, മല, ഗിരി. ഒരു സംസ്കൃതവും കൂടി ഇരിക്കട്ടെ. പിന്നെ ഇംഗ്ലീഷിൽ തന്നെ ഹില്ലോ. പിന്നെ മൗണ്ടൻസ് ഇരിക്കട്ടെ. ഒരു മൗണ്ടൻസ് അങ്ങനെ. അത് തെറ്റിയോ ഞാൻ പറഞ്ഞേ? ഒന്നുമില്ല. ഞാൻ എന്ത് ബന്ധപ്പെട്ട ഇതൊക്കെ പറയുന്നെന്ന് അറിയാമോ? ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. മൗണ്ടൻസ്, മൗണ്ടൻസ് അല്ലെങ്കിൽ കുന്ന്, പർവ്വതം, മല. പച്ച മലയാളം മല. മല ഉണ്ടായതിനു ശേഷം ഉണ്ടായ ദൈവമല്ല യേശു. മനസ്സിലാകുന്നുണ്ടോ? പരിമല, മാനാറ. പരിമല ഉണ്ടായിക്കഴിഞ്ഞുണ്ടായ ദൈവമല്ല യേശു. കുരിശുമല, അങ്ങ് മൂവാറ്റുപുഴ നമ്മൾ അങ്ങോട്ട് പാലം കയറി പാലത്തെ നിൽക്കും, അങ്ങോട്ട് നോക്കാവില്ല. വെള്ളിയാഴ്ച എല്ലാം കൂടെ പോകുന്ന മലയുടെ പേരിന് കുരിശുമല അല്ല, മലയാറ്റൂർ മല. മലയാറ്റൂർ മല ഉണ്ടായതിനു ശേഷം ഉണ്ടായ ദൈവമല്ല യേശു. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ കണ്ട് യോഗം കൂടിയല്ലേ, എന്നിട്ട് എനിക്ക് കൊണ്ട് പ്രകൃതി കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. മല ഉണ്ടായതിനു ശേഷം ഉണ്ടായ ദൈവമല്ല. കുന്നും മലയും പർവ്വതങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സേവിക്കുന്ന ആരാന്നും ശരിക്കും മനസ്സിലായിക്കോണം. എല്ലായിടത്തും ഞാൻ
പറയുന്ന കാര്യങ്ങളൊക്കെയാ ഒന്നുകൂടെ പറയാം, കാരണം ഇവിടെ ആദ്യം വരുമല്ലേ. ദൈവത്തെ പറ്റി സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗമാണ്, സകല ലോകങ്ങൾക്കുമാധികാരണമിവൻ. ശ്രുതി കിട്ടോ സൈമൺ സാറ്? സാറല്ല പിന്നെ ഏറ് സാറ് എഴുതാനാ? സാറന്മാരൊത്തിരി ഉണ്ട്, സാറ് സൈമൺ സാറാ. പിന്നെ സകല ലോകങ്ങൾക്കുമാധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കുമാകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരില്ലാതമൻ മോസസും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക്. ഇനി എനിക്ക് അറിയത്തില്ലെങ്കിൽ ഇവിടെ സാറന്മാരൊത്തിരി ഉണ്ട്, അവർക്ക് പെട്ടെന്ന് പിടികിട്ടും. ശ്രദ്ധിച്ച് കേട്ടോണം. സകല ലോകങ്ങൾക്കും ആദികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. നമ്മുടെ പ്രിൻസിപ്പൽ അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം. അപ്പൊ സാറിന് പെട്ടെന്ന് പിടികിട്ടും. എനിക്കറിയാന്ന്, പിന്നെ സാറിന് ഇതെല്ലാം അറിയാന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ സാറിന് കൂട്ടുപിടിച്ചേ. സകല ലോകങ്ങൾക്കും ആദികാരണനിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിലാതമൻ മോസസ് സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക്. ഏലൊന്നോരെ പ്രിയമാം നാമമോദിയത് മൂലവസ്തുവാന്നതനുപദേശിച്ചതല്ലോ. ഇലോകി ശദ്ധായി യു യലോകി അഡോണായി വിലോപമെന്നേ യാഹ്വേ യഹോവ യാഹെന്നെല്ലാം സാറിന് പിടികിട്ടി. പ്രൈസ് ദി ലോർഡ്. ഇലോകീം ശദ്ധായി യലോകീം അഡോണായി വിലോപമെന്നേ യാഹ്വേ യഹോവ യാഹെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകടിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും കൂടസ്ഥൻ നിജാശകൻ ആത്മാവന്യവരണ്ടും കാലാനുതാരം പ്രകടീകരിച്ചിടും പുഷ്പകാലത്ത് കളകണ്ഡങ്ങളൂചിതം പോലെ അല്ലായിൽ അതീശനെ മാനുഷരറികന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ്ക മൂലം. ഇപ്പോഴും തപ്പി നടക്കുക മറ്റേ നക്ഷത്രം എവിടാന്ന്. ഇപ്പോഴും നിരീക്ഷണ പരീക്ഷണ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് ഉണ്ടെന്നറിയാം. കഴിവില്ലായ്ക മൂലം സ്വീയമാം മകത്തത്വബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവമായാൽ നിജാത്മാനം. എനിക്കിന്നത് മുഴുവൻ ചൊല്ലിയാൽ കൊള്ളാമെന്നുണ്ട് ദൈവത്തെ പറ്റിയാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടികല്ലാൽ നാസറായൊരു ചിംശോനായിരം ബലിത്തരക്കാഞ്ഞിനി തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുഷകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസത്തിൻ കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാം ചാപമായി തീരുമെങ്കിൽ ഉത്തമ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വന്ത്യ, നമസ്തേ ദേവദേവ നദജന പാലന പാരായണ,
മോശയിൻ നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ഞാൻ തന്നെ മോശയിൻ നാവിനെ പ്രവർത്തിക്ഷമമാക്കി വിക്കനായിരുന്നു, പക്ഷെ കയറി അങ്ങോട്ട് നിന്നപ്പോ മട്ട് മാറി. അതാ മോശയിൻ നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം, ഒരു പെശകുമില്ലാതെ ആശയ പെശകൊന്നുമില്ല. അത്ര ക്ലിയറായിട്ട് വെച്ചാൽ എന്തുവാടെ എന്നെ 2 വട്ടം തല്ലിയത്, ഞാൻ 3 വട്ടം തല്ലിയത്, ഞാൻ നിന്നെ ഈ കാലമെല്ലാം ചുവന്നു, കൃത്യമായിട്ടല്ലേ പറഞ്ഞേ. സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ, മുക്കുവന്മാര്, ധീവരര്, എന്തോ ഇംഗ്ലീഷ് ഫിഷർമാനോ, ഇരിക്കട്ടെ ഒരു ഇംഗ്ലീഷും കൂടെ, പിന്നെ എന്തിനാ കുറയ്ക്കുന്നത്? അതാ ദാശർ. ദാശരേ, നമ്മുടെ സാബു വർഗീസ് ഇപ്പൊ ചിരിക്കുകയായിരിക്കും ഞാൻ ഇംഗ്ലീഷ് കൊടുക്കുന്ന പറയുന്നത്. പിന്നെ 15-ാം തീയതി വരുന്നുണ്ട്, പിന്നെ പുള്ളി എന്നെ ഇംഗ്ലീഷൊക്കെ വേർഡ് പഠിപ്പിക്കും. അതങ്ങനല്ല, ഇത് തെറ്റാ, ഇങ്ങനെ എനിക്കിഷ്ടമാണ് പഠിപ്പിച്ചു തന്നെ സാറേ. നിങ്ങൾ എന്തെങ്കിലും ഞാൻ ഇതുവരെ കുഴപ്പമില്ല. എന്നാ ഇങ്ങനെ അങ്ങോട്ട് ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല നിന്നോട് കരം ചേർന്നാൽ. അത്ര മതി, നേരമില്ല. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു നിത്യനായ ദൈവമാണ്. പർവ്വതങ്ങളും ഭൂമിയും ഭൂമണ്ഡലങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് അവിടുന്ന് അനാദിയായി ശാശ്വതമായി നമ്മുടെ ദൈവമാണ്. ഈ ദൈവത്തെ സേവിക്കുന്നതും ആരാധിക്കുന്നതും ഏറ്റവും വലിയ ഭാഗ്യം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതാണ് സത്യദൈവം, ഇതാണ് നിത്യദൈവം. ഈ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഏത് ജാതിയിലും കുലത്തിലും വർഗത്തിലും വർണ്ണത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്ക് അവൻ രക്ഷകനായി സ്വീകരിക്കാൻ പറ്റുന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഹല്ലേലൂയ! അതാണ് നമ്മുടെ ഭാഗ്യം. ആട്ടെ, ഇനി കമ്പിവാചകം പോലെ പറയാം, അങ്ങനെ നിന്നാൽ അങ്ങ് പോവും. സ്തോത്രം. യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുന്ന പുസ്തകമായ യോഹന്നാന്റെ എഴുത്തല്ല. ഓരോ അധ്യായത്തിലും അവിടുന്ന് ദൈവമാണെന്ന്, അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് തെളിയിച്ചു. 1-ാം അധ്യായത്തിൽ നമുക്കറിയാം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, പച്ചവെള്ളം വീഞ്ഞാക്കി അങ്ങ് കൊടുത്തു. സ്തോത്രം. കാനായിലെ കല്യാണ നാളിൽ, കാനായിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയണം ദിനവും. കരുണാനിധിയെ ദേവാ ത്രിലോകനാഥ, ദേവാ ത്രിലോക. അപ്പൊ 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാണ്. നിന്നെ കൊല്ലുന്ന ദൈവം അല്ലെന്നായി പറഞ്ഞത്. അവന്റെ പടലി എടുത്തോണ്ട് വാടാ, വത്സ ഞാൻ നിന്നിൽ പ്രസാദിച്ചു. വത്സ ഞാൻ തോമാചാനല്ല. യേശു ക്രിസ്തു ആരുടെയും പടലി എടുക്കാൻ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. അവിടുന്ന് കൊല്ലുന്ന ദൈവമല്ല, ജീവിപ്പിക്കുന്ന ദൈവമാണ്. വെറുതെയുള്ള ജീവന, സമൃദ്ധിയായ ജീവൻ തരുന്നവനാ. പിന്നെയും പാട്ട് വരുന്നു, അതെന്നാ ചെയ്യാന്ന് പറ. അതങ്ങ് വരുക. ആദികൾ ഒഴിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. ആദികൾ ഒഴിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിൽ എന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനെ മനുവേ
എനിക്കവൻ എല്ലാമായവൻ എൻ 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 ജീവനായകനെ മനുവേ ലേ 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 ലൻ ജീവനായകനെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ. അവിടുന്ന് കൊല്ലുന്ന ദൈവമല്ല, ജീവൻ കൊടുക്കുന്നവനാ. കൊച്ചനെ മരിച്ചുകൊണ്ട് കൊണ്ടുവരിക, മഞ്ചത്തെ തൊട്ട് കൊച്ചൻ ചാടി അങ്ങ് അമ്മയ്ക്ക് കൊടുത്തല്ല, കൊച്ചനെ കൊണ്ട് സാക്ഷി പറയിപ്പിക്കാൻ കൊണ്ടുവന്നില്ല. ഇവിടെ പറഞ്ഞിപ്പോൾ എന്തോ തോന്നുന്നു. കൊച്ചനെ അമ്മയ്ക്ക് കൊടുത്ത് ചേച്ചു നമ്മളായിരുന്നല്ലോ കൊച്ചനെ ആയിട്ട് പിന്നെ ഉള്ള സ്റ്റേജിലില്ല. ഇപ്പോൾ നമുക്ക് ഈ കൊച്ചന്റെ സാക്ഷ്യം മരിച്ചപ്പോൾ എന്തോ തോന്നി ഒന്നും തോന്നാനല്ല. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ തോന്നാനാ? നിങ്ങൾ പിന്നെ ഏതാണ്ട് പറഞ്ഞു, ഏതാണ്ട് പറഞ്ഞു, എന്തോ പറഞ്ഞു. അത് കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ സ്റ്റേജിലും കൊണ്ടുപോയി അവനെ യേശു സൗഖ്യമാക്കപ്പെടുന്ന ആരോടും പറയരുതെന്ന. നമ്മളവനെ സ്റ്റേജിൽ കയറ്റി ഇവന് യക്കന്നാ പുക്കന്നാന്ന് പോലും അറിയാൻ മേല. പണ്ടൊരുത്തം പറഞ്ഞ് കർത്താവാകുന്ന യേശു ക്രിസ്തു വരുന്ന എല്ലാവരും ഓടിക്കോളാൻ. നമ്മളെല്ലാവരും കടന്നു വരുവീൻ സമ്മതിപ്പീൻ. അന്നേരം അവൻ പറയും എല്ലാവരും യേശു വരുന്ന. അവനറിയത്തില്ല തന്നെയാന്ന്. യേശു ക്രിസ്തു ഇത്രയാ പറഞ്ഞത്, ആരോടും. വേറൊരു സഹോദരിയോട് പറഞ്ഞ് പിന്നെ അവൾക്ക് സൗഖ്യം കിട്ടി, വിടുതലും കിട്ടി. അവളെ കല്ലെറിയാൻ കൊണ്ടുവന്നതാ. കല്ലെറിയാൻ വന്നവനെല്ലാം ഇങ്ങനെ നിൽക്കുക, ആദ്യം യേശു അറിയണമെന്നാ. യേശു നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എല്ലാവരും പിരിഞ്ഞു പോയി, വ്യാഖ്യാനിക്കുന്നില്ല. എടുത്തെല്ലാം കഴിഞ്ഞ ആഴ്ച കർത്താവ് നോക്കിയാൽ എറിയാൻ വന്നവരാരും അയ്യോ എന്തിയ വത്സമ്മ എല്ലാവരും. ഞാനൊരു പേരിടുക വത്സമ്മ എന്ന് കേട്ടോ. വത്സമ്മ ഉണ്ട് എന്നോട് കയറി കൊടുക്കരുത്. താൻ എൻ്റെ പേര് തന്നെ. അവൾ പറഞ്ഞു ഗുരു എല്ലാവരും പോയി, ഞാനും നിന്നെ ഒന്നും ചെയ്യുന്നില്ല, പിന്നെ ഇനി പാപം ചെയ്യരുത്. അങ്ങനെ പറഞ്ഞു. സൗഖ്യം കിട്ടിയവരോട് പറഞ്ഞു ആരോടും വേണ്ടി പോകരുത്, അവര് നെടുക നടന്നെങ്കിൽ പറയുക. അതായിരിക്കണം. ഇത് നമ്മൾ സൗഖ്യം കിട്ടിയവനെ പിന്നെ എങ്ങും വിടുകയില്ല. അവനെ നമ്മൾ പോകുന്നിടത്തല്ല. ഇപ്പോൾ ബ്രദറിന് എന്തോ തോന്നുന്നു. ഉടനെ പറഞ്ഞു ബ്രദർ ഈ ബ്രദർ ആ ബ്രദറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ആ ബ്രദർ ഈ ബ്രദറിനെ എന്നതാണ് ചുമ്മാ വല്യപ്പനെ കയറിയ ബ്രദറെ എന്ന്. 85 വയസ്സുള്ള അനിയച്ചാനെ കയറി ഒരുത്തം വിളിക്കുക, അവൻ 23 ഉള്ളു. ബ്രദർ യേശു ആരെയും കയറ്റി സാക്ഷി പറയാൻ പറഞ്ഞില്ല. വിടുതൽ കിട്ടിയവന്ന് എടുക്കാൻ നടന്ന് പറയുന്നുണ്ട്. ആരും പറയരുതെന്നാ പറഞ്ഞത്. അവിടുന്ന് അത്ഭുതം കണ്ട ദൈവമാ, നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാ ക്രിസ്തു. 4-ാമത്തെ ആയത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാമത്തെ ആയത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാമത്തെ ആയത്തിൽ സ്വർഗത്തിൽ നിറങ്ങുന്ന ജീവന്റെ അപ്പമായ ദൈവം. 7-ാമത്തെ ആയത്തിൽ ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവമാണ്. 8-ാമത്തെ ആയത്തിൽ ഇരുൾ മൂടിയ ലോകത്തിൽ വെട്ടം തേടി വെളിച്ചം തേടി മനുഷ്യൻ നെട്ടോട്ടം കിഴക്കോട്ടും പടിഞ്ഞാട്ട് ഓടുമ്പോ യേശു പറയുക വെട്ടം തേടി എങ്ങ് പോകണ്ട, ഞാനാ സാക്ഷാൽ വെളിച്ചം. 9-ാമത്തെ ആയത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ ദൈവം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏത് രോഗവും അവിടുന്ന് മാറ്റിത്തരും. അത് പിറവിയിലാന്നേലും കൊള്ളാം, പിറവി കഴിഞ്ഞുള്ളതാന്നേലും കൊള്ളാം, പിറവിക്ക് മുമ്പുള്ളതാന്നേലും കൊള്ളാം, നിന്റെ കുടുംബത്തിന്റെ ബന്ധനമാന്നേലും കൊള്ളാം, ഏത് പാരമ്പര്യ ബന്ധനമാന്നേലും കൊള്ളാം, ആഭിചാരമാന്നേലും കൊള്ളാം, ക്ഷുദ്രപ്രയോഗമാന്നേലും കൊള്ളാം, സകല കെട്ടും അടിക്കാൻ കഴിവുള്ളവനാ അവിടുന്ന്. പ്രൈസ് ദി ലോർഡ്. സകല ബന്ധനങ്ങളും അവിടുന്ന് അടിക്കും. സാത്താന്റെ കെട്ടുകളെ അടിപ്പാനാണ് അവിടുന്ന് പ്രത്യക്ഷനായത്. ഇന്ന് രാത്രി അവിടുത്തെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അവിടുന്ന് അടിക്കുമെന്ന്. അടിക്കാനായിട്ട് വേറെ ആരെയും കൊണ്ടുവരുമൊന്നും വേണ്ട. നമുക്ക് പുനലൂരിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാ. എന്തോ അടിക്കാൻ? പുനലൂരുകാരൻ്റെ അരിയാതെ കിടക്കുക. നമുക്ക് ചണ്ണപ്പേട്ടയിൽ നിന്ന് കൊണ്ടുവരാം. കുറച്ചുകൂടെ അങ്ങോട്ട് ആരടിക്കും? കൊട്ടാരക്കരയിലുണ്ടോ ആരെങ്കിലും അഴിക്കുന്നവര്? സ്തോത്രം, സ്തോത്രം. എടാ കോഴിക്കോട്ടിൽ നിന്നും കൊണ്ടുവരണ്ട, കൊട്ടാരക്കരയിൽ നിന്നും കൊണ്ടുവരുന്ന, കോയമ്പത്തൂരിൽ നിന്നും വരണ്ട, അടിക്കാൻ കഴിവുള്ളവർ ഇവിടെ വന്നിട്ടുണ്ട്. നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്.
അവിടുത്തെ തൃപ്പാനപീഠത്തിൽ സമർപ്പിക്കുക. എൻ്റെ യേശുവേ, ഞാനൊരു പാപിയാ, എൻ്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് മരിച്ചു വന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ രക്തം എൻ്റെ സകല പാപവും പോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നെ രക്ഷിക്കണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും? അവരെ യേശു രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. പുറകിലെ കുരുടനെ സൗഖ്യമാക്കി. 10-ാം അധ്യായത്തിൽ അവിടുന്ന് നല്ല ഇടയന. ഞാൻ ആ ഗുഡ് ഷെപ്പേർഡ്, ഒരു ഇംഗ്ലീഷ് കൂടി ഇരിക്കട്ടെ, സ്തോത്രം. ഗുഡ് ഷെപ്പേർഡ്, നല്ല ഇടയൻ. എനിക്ക് പാട്ട് വരുന്നു. അതാ ടി കെ ശിവമേലിതാറ്. നല്ലിടയനേശു തനിക്കുള്ള ജങ്ങൾക്കായി വന്ന സ്നേഹമേ, സ്നേഹമേ, നല്ലിടയനാടുകൾക്കായി ജീവനെയും തന്നിടുന്ന സ്നേഹമേ, സ്നേഹമേ, നല്ലിടയനാടുകൾക്കായി ജീവനെയും തന്നിടുന്ന സ്നേഹമേ, സ്നേഹമേ. അലയുന്നോരാടുകൾക്കായി നിലമേറ്റു താനിറങ്ങി ഫലമേറ്റു മാലിയെന്ന സ്നേഹമേ, വിലയേറും തങ്കനിണ ചൊരിവാനായി താൻ കനിഞ്ഞ ആരാലും മഞ്ഞമാകാം. നല്ലിടയനേശു തനിക്കുള്ള ജങ്ങൾക്കായി വന്ന സ്നേഹമേ, സ്നേഹമേ, നല്ലിടയനാടുകൾക്കായി ജീവനെയും നൽകിടുന്ന സ്നേഹമേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. അവിടുന്ന് നല്ല ഇടയനാ. നമ്മൾ 10-ാം അധ്യായത്തിൽ നിന്ന് വാക്യം വായിച്ചത് കൊണ്ട് 10-ാം അധ്യായത്തിന്റെ കാര്യം വരെ ഇപ്പൊ പറയുന്നുള്ളൂ. ഇനി വായിച്ച വാക്യത്തിൽ നിന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് വാക്യക്കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. സ്തോത്രം. 10-ാം അധ്യായത്തിൽ നല്ല ഇടയൻ. ആ ഇടയനെ പറ്റി 10-4 പറഞ്ഞ കാര്യമാണ് നമ്മൾ കുറുവാക്യം വായിച്ചത്. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, ദൂരത്തിരുന്ന് ശ്രദ്ധിക്കുന്ന മാന്യരെ, കർത്താവിന് ആവശ്യമുള്ളതിനെ കർത്താവ് പുറത്തു കൊണ്ടുവരും. പുറത്തു കൊണ്ടുവരും, പുറത്തു കൊണ്ടുവരും. സാമാനങ്ങളുടെ ഇടയിൽ പോയി ഒളിച്ചിരുന്നാലും ടൈം ആകുമ്പോൾ വെളിയിൽ കൊണ്ടുവരും. കൊണ്ടുവരും. ഒരുത്തൻ യേശു വരുന്നെന്ന് കേട്ടപ്പോൾ ഓടി 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 ചെന്ന് അത്തിയുടെ മേളിൽ കയറി ഇലയെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് അവിടുന്ന് തൃപ്പാനം കൊണ്ട് നടന്ന് അങ്ങോട്ട് വന്ന് അത്തിയുടെ ചോട്ടി വന്നവൻ പറഞ്ഞു, ഉരുണ്ട് വീഴാൻ അത് താഴോട്ടിറങ്ങാൻ പറഞ്ഞു. ഉരുണ്ട് വീടരുതെന്നൊന്നും സാറേ അതിൽ എഴുതിയിട്ടില്ല. ഞാൻ എൻ്റെ പിന്നെ അല്ല, ചിലപ്പോൾ പ്രാണത്തിൽ ഉരുണ്ട് വീഴാൻ സാധ്യത ബന്ധപ്പെട്ടതാണ്. ഇന്ന് കാണാൻ ആഗ്രഹിച്ചതാ, കൂടെ വസിക്കുക. കാണാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ. അവിടുന്ന് പറഞ്ഞു ഇന്ന് കൂടെ വരുവാ. എന്തോ സ്നേഹമാ. ഇതുപോലെ സ്നേഹിക്കുന്ന ആരുണ്ട്? ഇതുപോലെ സേവിക്കാൻ കൊള്ളുന്ന ആരുണ്ട്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇറങ്ങി വരാൻ പറ. എവിടെ ഇരുന്നാലും പുറത്ത് കൊണ്ടുവരും. എളിയിരിക്കുക, അതോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. അന്നേരം ഒരുത്തൻ അത്തിയുടെ കീഴായിരിക്കുക. അവനെയല്ലോ ഇയോട് എന്നെ എവിടെ വെച്ചറിയാം? നീ അത്തിയുടെ കീഴിരുന്നപ്പം. അപ്പൊ മേളെ ഇരുന്നാലും പുറത്ത് കൊണ്ടുവരും, താഴെ ഇരുന്നാലും കൊണ്ടുവരും. സ്തോത്രം. നീ പള്ളിയുടെ മണ്ടയ്ക്ക് ഇരുന്നാലും നിന്നെ വെളിയിൽ കൊണ്ടുവരും, പള്ളിക്കകത്തിരുന്നാലും
ഞാൻ കത്തീഡ്രൽ പള്ളിയുടെ വല്ലതും കർത്താവിന് വിജയമാണോ? നിന്റെ കത്തീഡ്രൽ. ഞാൻ ബസിലിക്ക. ആരുടെ ബസിലിക്ക? ആമേൻ പറഞ്ഞാണോ? ഞാനോടത്ത് ഹല്ലേലൂയ. കർത്താവ് നിന്റെ ബസിലിക്കായും നിന്റെ കത്തീഡ്രലും നിന്റെ സെന്ററും ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. നീ മേളിലിരുന്നാലും നിന്നെ വെളിയിൽ കൊണ്ടുവരും, താഴെ ഇരുന്നാലും നിന്നെ വെളിയിൽ കൊണ്ടുവരും. തനിക്കുള്ളവയെ പുറത്തിറക്കും. ഒരുത്തനത്തിയുടെ മേളിൽ, ഒരുത്തനത്തിയുടെ കീഴിൽ. അന്നേരാണ്ട് അപ്പനും അമ്മയും കൂടെ അത്തിക്ക് മറിഞ്ഞ് സാറ്റ് കളിക്കുന്നു. ആണമുഖമായി എനിക്ക് വന്ന് തള്ള ആ തയ്യൽ മെഷീൻ ആദ്യം കണ്ടുപിടിച്ചെന്നാ തോന്നുന്ന. തുന്നി തുന്നി തുന്നി. അമ്മാമ്മയ്ക്ക് ഒരു മിടി, അച്ചായനൊരു ബർമൂട. അത്തിയല കൊണ്ട് തള്ള നേരും ചൊവ്വനും തുണി കൊടുത്ത് കടന്നോണം. നിനക്ക് 85 കഴിഞ്ഞ്. കഴിഞ്ഞ വല്യപ്പന ബർമൂടായിട്ടുണ്ട്. പ്രായമായ കുറെ മര്യാദക്ക് ജീവിച്ചോണം. കാച്ചട്ട പാസ്റ്റർ ഞായറാഴ്ച ഫുൾ ജിപ്പായിരുന്നല്ലോ. ആ ഞായറാഴ്ച ഇപ്പാണ് പുള്ളി, തിങ്കളാഴ്ച കാച്ചട്ടയാ. ആരുടെ പാസ്റ്ററാടാ? നിങ്ങളുടെ കാര്യമൊന്നുമല്ല പറഞ്ഞ. കാച്ചട്ടയല്ല എന്നെ പറഞ്ഞ ബർമൂഡ. ഇല്ല, പ്ലെയിൻ ചുഴിക്കുന്നൊരു സ്ഥലമുണ്ട്, അത് ഇതിനോട് ബന്ധപ്പെട്ടൊരു പേരാ. അതിതാണോ? അല്ല, മിക്കവാറും ചുഴറ്റി താഴോട്ട് കൊണ്ടുപോകാൻ സാധ്യത. ഒരു ഉപദേശി ഇതുപോലെ നടന്നില്ലെങ്കിലും യോഗ്യമായിട്ട് നടക്കണം. സ്റ്റേജിൽ നിൽക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ചന്തയിൽ പോയാലും വഴി നടന്നാല് പട്ടണത്തിൽ പോയാല് നീ ഒരു ഉപദേശിയാണോ? സ്തോത്രം. പിണങ്ങരുത്. ഞാൻ ആരെയും വ്യക്തി വിദ്വേഷം കൊണ്ടല്ല. ഗൾഫിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ടാ. എൻ്റെ സഭയായിട്ട് ഇവർ ടൂറല്ല, അതിന് വേറൊരു പേരാ പറഞ്ഞതിന്. പിക്നിക്ക്. അമ്മ ഉപദേശി ചാക്കി കയറി ഓടുന്നു. അതുകൊണ്ട് ഞായറാഴ്ച സ്റ്റേജിൽ നിന്ന് മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, അതിന് വിരോധാഭാസമെന്നാണ്. വിരോധം തോന്നുമാറുക്തി വിരോധാഭാസമാകുന്നു. സ്വൈര്യം മൃഗങ്ങൾ വാഴുന്നു പരാരാധനമെന്നിയെ. സ്തോത്രം. ഇപ്പോഴത്തെ ഉപദേശിമാരേതാന്ന് തിരിച്ചു പോലും പലരെ എനിക്ക് ഇവിടെ ഇരിക്കുന്നവരോട് ബഹുമാനം തോന്നുന്നു. എല്ലാം യോഗ്യമായിട്ടിരിക്കുന്നു, നന്നായിരിക്കുന്നു. ഒരു ഉപദേശിയാണെങ്കിൽ വീട്ടിലും നാട്ടിലും സഭയിലും സമൂഹത്തിലും യോഗ്യമായിരിക്കണം. സ്തോത്രം. അപ്പൊ ഇവിടെ അത്തിയല കൊണ്ട് അരയാട ഉണ്ടാക്കി. ഞാൻ പിന്നെ ആ പ്രയോഗം പറയാം. അമ്മച്ചിക്ക് മിടി, അച്ചായന് ബർമൂഡ. എന്നിട്ട് രണ്ടുപേരും കണ്ടേ മേക്കാട്ട് ബേവിച്ചാനാ പറഞ്ഞ സാറ്റ് കളിക്കുകയാണ്. MP വർഗീസ് ഞാൻ കടമെടുത്തതാ. ബേവിച്ചാൻ അങ്ങനെയൊക്കെ അപ്പച്ചനും ബേവിച്ചാനും ഒരുപോലെ ആയിരുന്നു. നീ അത്തിയുടെ മേളിൽ ഇരുന്നാലും നിന്നെ വെളിയിലെ കൊണ്ടുവരും, കീഴെ ഇരുന്നാലും കൊണ്ടുവരും. അത്തിയല കൂട്ടി മറഞ്ഞിരുന്നാലും വെട്ടത്ത് കൊണ്ടുവരും. തനിക്കുള്ളവയെ അവിടുന്ന് പുറത്തിറക്കും. തെളിവിന് ഒരു കാര്യം പുറത്തിറക്കിയ ഒരു വിഷയം പറയാം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 14 വാക്യം വായിച്ച ദൈവദാസനെ, നമുക്കറിവുള്ള വാക്യം. ഉൽപ്പത്തി 41:14. ഉടനെ ഫറവോൻ ആളയച്ച് യോസേപ്പിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. നമ്മുടെ ഇവിടുത്തെ കുണ്ടറയല്ല, കൊല്ലം കുണ്ടറ ഇറക്കിയെന്നല്ല.
കാരാഗൃഹം, ജയിലിനകത്ത് നിന്ന്. ഉടനെ ഫറവോൻ ആളെ വെച്ച് യോസേപ്പിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി ആ തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരും. ഫലപ്രദമായ മുന്തിരിവള്ളിയാ യോസേപ്പ്. പക്ഷെ അപവാദക്കുറ്റം ആ തള്ള പറഞ്ഞ് പിന്നെ തള്ളമാര് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവരല്ല വിശ്വസിക്കുകയും കേൾക്കുകയും പിന്നെ ഒരു കരച്ചിലൂടെ കരഞ്ഞാൽ പിന്നെ പറയുകയും. അതുകൊണ്ട് നമ്മൾ സഹോദരന്മാർ വളരെ സൂക്ഷിച്ചു വേണം. അങ്ങനത്തെ കാലമാണ്. തന്നെ ഇപ്പൊ സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ആകെ 2 സ്തോത്രം പറഞ്ഞ അതുങ്ങൾ ആ വഴി ഇപ്പൊ അങ്ങ് അടച്ചു. അവിടെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഫലപ്രദമായ മുന്തിരിവള്ളിയാ യോസേപ്പ് അതിനുമേ പടർന്ന് പന്തലിക്കുന്നെന്നാ. പക്ഷേ ഈ സ്ത്രീ ആക്ഷേപം പറഞ്ഞ് അപവാദം പറഞ്ഞുണ്ടാക്കി. യോസേപ്പ്, നിങ്ങൾക്ക് ആ ഭാഗമെല്ലാം അറിയാലോ. പ്രവൃത്തിക്കകത്ത് ചെന്നപ്പോൾ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ പിടിച്ചെന്ന അവള് വസ്ത്രത്തിന്റെ അഗ്രത്തിൽ പിടിച്ചപ്പോ യോസേപ്പ് ഓടി പെരക്കകത്തോട്ടാണോ പോയത്? പിന്നെയോ അയ്യാൻ താരത്തില്ല, ഞാൻ കാണിച്ചു. പുറത്തേക്ക് ഓടി. അതാ വിഷയം. നമ്മളാന്ന് ഓടി അകത്തോട്ട് കയറും, അവളും പുറകെ വന്ന് ഓടും, കലകിന് കുറ്റി കിട്ടും, ടിം നിന്നെ പൂട്ടും. എത്ര അഭിഷിക്തന്മാരെ തകർത്തു, എത്ര അഭിഷിക്തന്മാരെ വഞ്ചിച്ചു, എത്ര ഭക്തന്മാരെ തകർത്തു. ഞാൻ ദൈവഭയത്തിൽ നിന്ന് പറയുക, സൂക്ഷിച്ചോണം, വിവേചിച്ചോണം. വ്യക്തികളെ, സഭയെ, കുടുംബങ്ങളെ, സമൂഹത്തെ നന്നായിട്ട് ദൈവദാസന്മാർ, ദൈവമക്കൾ വിവേചിക്കണം. ഉപദേശിമാരെ രാത്രി ഫോൺ ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. പാസ്റ്ററേ, അമ്മമ്മേ, തെളിവ് 100 തരാം, നിനക്ക് പകല് ഫോൺ ചെയ്യാൻ മേലേ? ഇല്ല, ഭർത്താവിനോട് പറ, അച്ഛൻ ഒന്ന് വിളിച്ചേ, പാസ്റ്ററെ ഒന്ന് വിളിച്ചേ. ഇനി അവൻ ഗുണപ്പെടാത്തവൻ അന്ന് ചെറുക്കനോട് പറ. ഇനി അടവ വിളിക്കുന്നതിനും കുഴപ്പമില്ല. മാന്യമായി നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ്. കാരണം ഈ ഇതിലൊക്കെ ഇരുന്ന് എല്ലാവരും കേൾക്കുന്നുണ്ട്. കുരുക്കുകാർ മോനെ 5-6 പേര് കാണുന്നുണ്ടോ? കേക്കട്ടെ. കുറച്ച് നാൾ കൺവെൻഷൻ ഇല്ലാതിരുന്ന് കൺവെൻഷൻ വെച്ചതല്ലേ, ഗുണമാകുന്നെങ്കിൽ അങ്ങോട്ട് ഗുണമാകട്ടെ. നീ ഗുണമായില്ലേ ഇനിയും കോവിഡ് വരും. പിന്നെ ഇപ്പം വന്നതിന് ഒമിക്രോണോ, ഇനി വേറെ ഉണ്ട്, കുന്ത ഇനിയും വരുന്നുണ്ട്. ഇനി അടുത്തത് നീ സുഖിക്കാന്നൊന്നും ഇനി ഓർക്കണ്ട. വലിയ വീടുമൊക്കെ വെച്ച് വണ്ടിയൊക്കെ മേടിച്ച് നീ ഇങ്ങനെ വാർതാനെ പോലെ ഇരിക്കാന്ന് ഇനിയും വിചാരിക്കണ്ട. അടിക്കടി പ്രശ്നം വരാൻ പോകുക. പക്ഷെ രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, യേശു ക്രിസ്തു. പണ്ട് ആശാരിപദേശം പാടിയ ഒരു പാട്ടുണ്ട്, ഞാനത് കടമെടുക്കുക. സുഖമായി വാഴാമെന്ന് നിനച്ചിടണ്ട, സുഖിക്കുവാനുള്ള സ്ഥലം ഇവിടെയല്ല. സുഖമായി വാഴാമെന്ന് നിനച്ചിടണ്ട, സുഖിക്കുവാനുള്ള സ്ഥലം ഇവിടെയല്ല. പാടാൻ നേരമില്ല. അതുകൊണ്ട് ഇനി സുഖകരമായി പോകാനൊന്നും വിചാരിക്കണ്ട. ഉള്ള സമയം ദൈവത്തെ ഭയപ്പെട്ടോണം, വചനത്തെ ഭയപ്പെട്ടോണം, ദൈവസഭയുടെ കൂട്ടായ്മയ്ക്ക് നിന്നോണം, വേർപാട് പാലിച്ചോണം. പ്രൈസ് ദി ലോർഡ്. യോസേപ്പ് തുണിയിട്ട ജോഡി വെളിയിലോട്ട് ഓടിയതും ബെഡ്റൂമിലോട്ടല്ല. ഓടാൻ കാരണം ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഓടാൻ കാരണം യോസേപ്പ് ചിന്തിച്ചത് പോയെങ്കിൽ 3 മീറ്റർ തുണിയല്ലേ, അത് കടയിൽ ചെന്നാ പുളിമീട്ടി കിട്ടും. പിന്നെ കരിക്കുന്ന തിപ്പില്ലെന്ന് തോന്നുന്നു. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്. ഇനിയിപ്പോൾ അത് പറഞ്ഞൊരു തർക്കം ഉണ്ടാകണ്ട സെന്ററിൽ. ആലിക്കാസ് കല്യാണ്, മഹാലക്ഷ്മി, വിജയലക്ഷ്മി, ലക്ഷ്മിമാരാണല്ലോ. തുണി പോയാൽ കടയിൽ കയറിയ 3 മീറ്റർ തുണി കിട്ടും. ജീവിതം പോയാലോ ഏത് കടയിൽ കിട്ടും? ജീവിതം കിട്ടുന്ന കട തോമാച്ചായം പറഞ്ഞാട്ടെ. എഴുന്നേറ്റ് എവിടെയാലും കടയിൽ കിട്ടുമോന്ന് ഇവരോട് പറഞ്ഞു. ഇന്ന കട ജീവിതം ഉണ്ടെന്ന്. അവിടെ
ഒരു കടയിലും ജീവിതം കിട്ടത്തില്ല. ജൗളിക്കടക്കാരൻ ബേബിയോട് പറയാ, ബേബി എനിക്ക് ഇച്ചിരി ജീവിതം വേണം. ബേബി പറയാം, എന്റെ ജീവിതം പോയത് കൊണ്ടാണ് ഞാൻ ഈ കടയായിട്ട് ഇവിടെ. ജീവിതം ഒന്നേ ഉള്ളൂ, അതൊരു മാർക്കറ്റിലും കിട്ടത്തില്ല. കിട്ടുകയല്ലേ? ഇവാനിയോസ് കോളേജിൽ ജീവിതം കിട്ടുമോ? അവിടെ നിൽക്കുന്നത് പലതും ജീവിതം പോയി വന്നങ്ങ് നിൽക്കുന്നതാ. MG യൂണിവേഴ്സിറ്റി ജീവിതം കിട്ടുമോ? സ്തോത്രം. ഓക്സ്ഫോർഡിൽ ജീവിതം കിട്ടുമോ? ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഒക്കെ അല്ലേ അല്ലേ സാറേ? അവിടെ കിട്ടുമോ ജീവിതം? ജീവിതം പോയാൽ എങ്ങും കിട്ടുകയില്ല. നിനക്ക് ഒറ്റ ജീവിതമേ ഉള്ളത്, യേശുവിന് വേണ്ടി ആയിരിക്കണം. വേർപാട് പാലിച്ചോണം, വിശുദ്ധിയോടെ നിന്നോണം, വിശ്വസ്തയോടെ നിന്നോണം. തുണി പോയാൽ കടയിൽ നിന്ന് മേടിക്കാം, ജീവിതം പോയാൽ ഒരു കടയിൽ നിന്നും കിട്ടുകയില്ല. ജീവിതം സൂക്ഷിച്ചോണം. പക്ഷെ അപമാനക്കുറ്റം അടുപ്പിച്ച് കാരാഗൃഹത്തിൽ വിലങ്ങുമൊക്കെ ഇട്ട് കൊണ്ടിട്ട് ആൾക്കാരൊക്കെ ഒത്തിരി അഭിപ്രായം പറഞ്ഞു കാണും. എന്നാലും നീ ഞങ്ങളുടെ അമ്മാമ്മയോട് തന്നെ, അമ്മാമ്മ നിനക്ക് ഇന്നലെയും ബ്രേക്ക്ഫാസ്റ്റ് തന്നതല്ലേടാ, 2 മുട്ടയും 1 ഏത്തക്കായും. പിന്നെ അമേരിക്കയിലൊക്കെ എന്തോ ഒരു സീരിയല് അതാ അല്ലേ, മട്ടം ആ സീരിയൽ എന്നല്ലേ പറയുന്നത്. അവിടെ മുഴുവൻ സീരിയലും സിനിമയും വന്നല്ലോ. സ്തോത്രം. ഒത്തിരി ആക്ഷേപിച്ചു, അപമാനം പറഞ്ഞു. പക്ഷെ യോസേപ്പിന് ഒന്നറിയാം, എന്നെ പുറത്തിറക്കുന്ന ഒരു ദിവസമുണ്ട്, എന്നെ വെളിയിലിറക്കുന്ന ഒരു ദിവസം. അഭിഷിക്തന്മാരോട് ഞാനൊരു കാര്യം പറയാം, നിങ്ങളെ ആക്ഷേപിച്ചെന്ന് വരാം, പരിഹസിച്ചെന്ന് വരാം, ഒറ്റപ്പെടുത്തിയെന്ന് വരാം, വിടക്കം നെണ്ണിയെന്ന് വരാം. പക്ഷേ വിശ്വസ്തയോടെ നിന്നെ പുറത്തിറക്കുന്ന ഒരു ദൈവമുണ്ട്. സമയമാകുമ്പോൾ ദൈവം പുറത്തിറക്കും, സമയമാകുമ്പോൾ ദൈവം വെളിയിൽ കൊണ്ടുവരുമെന്ന്. പറവാന് ഒപ്പനം ദൈവം കൊടുത്തു. അയക്ക് കൊടുക്കേണ്ട ഒരു കാര്യം ഉള്ളതല്ല, പക്ഷെ ദൈവം അങ്ങ് കൊടുത്തു. ദൈവത്തിന്റെ പരിപാടി നമുക്കറിയത്തില്ല എങ്ങനെയാണ്. ചിലപ്പം പിണറായി വിജയൻ അവർക്കായിരിക്കും ഒരു സ്വപ്നം കൊടുക്കുന്നത്, അല്ലെ നരേന്ദ്രമോദിക്കും സ്വപ്നം കൊടുക്കാൻ ദൈവത്തിന് കഴിയും. പിന്നെ കഴിയത്തില്ലേ? ഒരു സ്വപ്നം കൊടുത്താൽ മതി. എന്തും വേണ്ട, ഒരു ഞരമ്പ് വെട്ടിയാ പോരെ നിയമം മാറ്റാൻ. OP ത്യാഗിയുടേത് ഞാനിപ്പോ പറയണ്ടല്ലോ. സ്തോത്രം. ദൈവമക്കൾ പേടിക്കരുത്. ഇവിടെ ആര് ഭരിച്ചാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, പക്ഷെ നീ പേടിക്കരുത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, പക്ഷേ നീ ദൈവത്തെ ഭയപ്പെട്ടോണം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, പക്ഷെ ഭയപ്പെടേണ്ടത് ദൈവത്തെയാ. ദൈവത്തെ ഭയപ്പെട്. രാജാക്കന്മാരുടെ ഹൃദയം യഹോവ കടകിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും. ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. സമയമായപ്പോൾ പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന് മഹത്വം. 2 കാര്യമോടെ പറഞ്ഞങ്ങ് നിർത്താം. പറഞ്ഞതിന് അല്പം കൂടെ അമേരിക്കൻ ടൈം വെച്ചാണ് ഞാൻ അതിക്രമമായി കാണിക്കുന്നത്, എനിക്കറിയാം. ദൈവത്തിന് മഹത്വം. എന്നാലും നമ്മൾ ഒത്തിരി നാൾ കൂടിയിരുന്ന കോവിഡൊക്കെ അല്ലായിരുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. പിന്നെ എനിക്കിതുവരെ അങ്ങോട്ട് മതി വരുന്നില്ല. സ്തോത്രം. അപ്പൊ നമ്മൾ 2 പേരും സമചിച്ചാവില്ല. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സമയമാകുമ്പോൾ ദൈവം പുറത്തു കൊണ്ടുവരും. സൂക്ഷം പുറത്തു കൊണ്ടുവരിക മാത്രമാണ്. രാജവീതി കൂടെ ഇങ്ങോട്ട് ആനയിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം ബഹളമെല്ലാം കൂടെ കേട്ടപ്പോൾ ഈ തള്ളയും തുണിയായിട്ട് വന്നു. തള്ള ചോദിച്ചു, എന്നാ ചിന്നമ്മ അവിടെ നിൽക്കി കണ്ടോളാൻ പറഞ്ഞു. പെരുമ്പറ മുടക്കുമ്പോൾ പൊത്തോന്ന് വീണോണോ, ഇല്ലേ പെടലി കാണുകയല്ല തള്ളയെന്ന് പറഞ്ഞു. ഓസപ്പിഞ്ഞോട്ട് വന്ന് തള്ള തുണിയായിട്ട് ഓസപ്പന്നാരും നോക്കിയിട്ട്, എൻ്റെ തുണിയാന്നല്ലോ. ആക്ഷേപം പറഞ്ഞ അമ്മാമ്മയ്ക്ക് ആയുസ് ലഭിച്ചത് ഒരു തുണി. പ്രമാണത്തിൽ നിന്ന് യോസേപ്പിന് മിസ്രയീമിലെ മന്ത്രി പദവി. നിനക്ക് പ്രമാണം വേണോ തുണി വേണോ പറ. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് മിസ്രയീമിലെ 2ാമൻ. അല്പം വെയിറ്റ് ചെയ്യണം, സഹിഷ്ണുത വേണം, ക്ഷിപ്രകോപിയാകരുത്, ആത്മസംയമനം വേണം, താണിരിക്കണം, തക്ക സമയത്ത് ഉയർത്താനേ. അവിടുത്തെ ബലമുള്ള ഭുജത്തിൻ കീഴിൽ
സമയമാകുമ്പം വെളിയിൽ കൊണ്ടുവരും. എൻ്റെ അഭിഷിക്തൻ സ്നേഹിതന്മാരോട് പറയട്ടെ, നിരാശപ്പെടരുത്, പതറരുത്, ഒന്നും ഭാരപ്പെടരുത്. സമയമാകുമ്പോൾ സെൻട്രൽ പാസ്റ്റ് ആക്കിയില്ലേ? ഞാൻ ഇന്നലെ പേപ്പർ വായിച്ചപ്പോഴാണ് കണ്ട് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം. അന്നേരം ഞാൻ എന്നോട് പറഞ്ഞുമില്ലല്ലോ. എന്നാലും ആട്ടെ, ഓ വേണ്ട, സ്തോത്രം. സമയമായപ്പം കണ്ടോ ദൈവത്തിൻ്റെ പരിപാടി. നമ്മളായിട്ട് സൂത്രം ഒന്നും ഉണ്ടാക്കരുത്. ദൈവത്തിന്റെ ടൈം ഇതയോ ഓരോരുത്തരെ ആ നിലയിൽ കൊണ്ടുവരും. തനക്കുള്ളവയെ പുറത്ത് കൊണ്ടുവരും. ഇനി വ്യാഖ്യാനിച്ചു പോകുന്നില്ല, നേരമില്ലാത്ത കൊണ്ടാ 2 പോയിന്റ് കൂടെ പറഞ്ഞങ്ങ് നിർത്താം. പുറത്തിറക്കുന്ന ദൈവം. വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി, അറിവുള്ള വാക്യമാ, 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, അറിവുള്ളതാ. അപ്പോസ്തല പ്രവൃത്തി 12:10. അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി. 2 പേരും പുറത്തിറങ്ങി. ഒരു തെരുവ് കടന്നു. പുറത്തിറങ്ങുന്നതാണ് നമ്മുടെ വിഷയം. അപ്പൊ അത് മതി. 2 പേരും 4 ജേവകരുള്ള 4 കൂട്ടത്തിന് ബന്ധിച്ചിട്ടിരിക്കുക. യാക്കോബിനെ കണ്ടിച്ചു. യാക്കോബ് ഉപദേശിയെ കണ്ടിച്ചു. പീറ്റർ ഉപദേശിയെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുക. പിറ്റേന്ന് കൊണ്ട് നിർത്താൻ പോവാ. ഹെരോദാവിന്റെ ജനത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്താൻ ഭാവിക്കുക. സ്തോത്രം. ആ കാലത്ത് ഹെരോദാവ് ജനത്തിനെതിരെ കൈ നീട്ടിയെന്ന്, അങ്ങനല്ലേ വായിച്ചേ? 12:1. അക്കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. പിന്നെ വേറൊരു കാര്യമുണ്ട്, സഭയിൽ ചിലരെ, എല്ലാവർക്കും പീഡനമൊന്നുമില്ല, എല്ലാവർക്കും പോരാട്ടമില്ല, എല്ലാവരോടും പിശാച് പോരാടുകയല്ല. എല്ലാവരോടും പിശാച് ഈ പ്യായിന് പോലും വേണ്ടാത്ത ആൾക്കാരുണ്ട്. കൈയടിക്കുകയല്ല, പാടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, സ്വോത്രം പറയുകയല്ല, സ്വോത്രം കാഴ്ച ഇടുകയല്ല, പിന്നെ എന്നാ പോരാടാനാ? ഇവിടെ പ്യായിന് പോലും വേണ്ടാത്ത ആൾക്കാര് ശാസനോട് പറയുക, ഇവനെ എടുത്തോ, എനിക്കങ്ങ് വേണ്ടെന്ന് പറയാം, കൈ അടിക്കാത്തവനെ, സ്വോത്രം പറയാത്തവനെ ഞാൻ. എല്ലാവരോടും പോരാടത്തില്ല. നിങ്ങൾക്കറിയാം, ദൈവദാസന്മാരായതുകൊണ്ട് ഈ പാകമെല്ലാം നന്നായിട്ട് പ്രസംഗിച്ച് നിങ്ങൾ തെളിഞ്ഞിരിക്കുക എന്ന് എനിക്കറിയാം. ശിംശോനും അപ്പനും അമ്മയും കൂടെ പോവുക. സിംഹം ചാടി വന്നത് ശിംശോന്റെ നേരെയാ. അപ്പനും അമ്മയും വേണ്ട, കാരണം അതിന് ന്യായമായ മറുപടി പ്രായമാ. ബ്ലഡ് സർക്കുലേഷൻ ഒന്നും മാത്രം നന്നായിട്ട് നടക്കുന്നില്ല. സിംഹം ചാടി ഒരു പിടി പിടിച്ച് കടിച്ച് കുടഞ്ഞാൽ പോലും ബ്ലഡ് വരികയില്ല. പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ പനിക്കും. പ്രായമാ. എന്നാൽ ശിംശോൻ അങ്ങനല്ല, യൗവനക്കാരനാ, രക്തത്തിന് തിളപ്പുള്ള, നല്ല ബ്ലഡ് സർക്കുലേഷൻ, നല്ല പവറാ. സിംഹം ചാടി ഒരു പിടി പിടിച്ച് കടിച്ച ചോര ചീറ്റും. ആത്മീകത്തിലും പ്രസരിപ്പുള്ളവനോടാ പ്രശ്നം. കൃപയുള്ള, അഭിഷേകമുള്ള, ആത്മനിറവുള്ള, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, വേർപാട് പാലിക്കുന്ന എനിക്കും നിനക്കുമെതിരെ പോരാട്ടം. എല്ലാവരോടും പൊരുതത്തില്ല, എല്ലാവരോടും പൊരുതുകയല്ല. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം നിരോധിക്കാൻ വന്നപ്പോൾ എല്ലാവരെയും കൊണ്ടുപോയില്ലല്ലോ. അവൻ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ച്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24-ന്റെ 14. ബാബേലിൽ നിന്ന് നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം നിരോധിക്കാൻ വന്നപ്പോൾ എല്ലാവരെയും കൂടെ സെലക്ടഡ് ആൾക്കാരെ കൊണ്ടുപോയി. വായിച്ചേ, എല്ലാ യെരൂശലേമിലെയും സകല പ്രഭുക്കന്മാരും പരാക്രമശാലികളുമായ 10,000 പേരെയും എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും അവൻ ബദ്ധനാക്കി കൊണ്ടുപോയി. കണ്ടോ, സെലക്ട് ചെയ്തു. എല്ലാ യെരൂശലേമിലുള്ളവരെ കൊണ്ടുപോയി. കാരണം യെരൂശലേംകാർക്ക് തലക്കനം ഉള്ളതാ, അവരെ കൊണ്ടുപോയി. അതുകൊണ്ടാണ് പൗലോസ് രക്ഷിക്കപ്പെട്ട മയന്മാരെ അംഗീകരിക്കാഞ്ഞത്. പൗലോസ് യഹൂദൻ തന്നെ, പക്ഷെ കിലിക്കിയിലെ തർസോസ് ആയതുകൊണ്ട് അവർക്ക് ഒരു ചെറിയ വെച്ചെടുത്ത് നമ്മുടെ ആണോ. അപ്പൊ പൗലോസ് കയറി ഒരു എന്റെ ഭാഷ ഒരു കൊളുത്ത് കൊളുത്തി. അവരപരായരോ. പിന്നെ ഞാൻ ഇച്ചിരി കറുത്തിരിക്കുന്നേ. അവരപരായരോ ഞാനും. എന്നിട്ടും ഡൗട്ട്. അന്നേരം പിന്നെ ഫിലിപ്പിയാലയത്ത് പറഞ്ഞു, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാ, ബെന്യാമിൻ ഗോത്രക്കാരനാ, ഇസ്രായേൽ ജാതിക്കാരനാ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷനായിരുന്നു, ശുഷ്കാന്ത നിമിത്തം സഭയെ ഉപദ്രവിച്ചവനാ, ന്യായപ്രമാണത്തിന് നീതി സംബന്ധം അനിന്ദ
പിന്നെ റോമാ പൗരത്വം കാശ് കൊടുത്ത് മേടിച്ചതല്ല, ജന്മന. സ്തോത്രം. എന്നാലും യെരൂശലേംകാർക്ക് തലക്കനമുണ്ട്. അപ്പൊ എല്ലാ യെരൂശലേമിലെയും സകല പ്രഭുക്കന്മാരും പരാക്രമശാലികളുമായ 10,000 പേരെയും പിന്നെ എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും, ഞാൻ എന്റെ ശൈലി പറഞ്ഞ ആശാരിയും കൊല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എഞ്ചിനീയറിംഗും ഡോക്ടേഴ്സും ഒക്കെ പഠിച്ച പിള്ളേര്, മൂളയുള്ള പിള്ളേരെന്നർത്ഥം. അവരെയും കൊണ്ടുപോയി. ആശാരിയുടെ അറിയത്തില്ല, തടിയെല്ലാം കൂടെ ചെവിയിലൊരു ഇത് കാണും. പിന്നെ കൊട്ടുപടിയും ഉളിയും കൊച്ചുളിയും വീതുളിയും മുടക്കോലും ഒക്കെ. ഇത് നമ്മൾ തട്ടിയും മുട്ടി നമ്മളൊക്കെ എന്നെ അയാൾ കാണിക്കുന്നത്. കൂട്ടുകയറ്റുമ്പോൾ കൃത്യം അത്ര ബുദ്ധിയാണ്. അവരെ ബുദ്ധിയുള്ളവര് സെലക്റ്റഡ് ആൾക്കാരെ അവൻ കൊണ്ടുപോയി. എല്ലാ യെരൂശലേമിലെയും സകല പ്രഭുക്കന്മാരും പരാക്രമശാലികളുമായ 10,000 പേരെയും എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. അടുത്ത വാക്യം. ദേശത്ത് എളിയ ജനം മാത്രമല്ലാതെ ആരും ശേഷിച്ചിരുന്നില്ല. അവരെ കൊണ്ടുപോയില്ല. അവനും മനസ്സിലായി ഇതുങ്ങളെ കൊണ്ടുപോയിട്ടും. അതാ പിശാച് എല്ലാവരോടും പൊരുതുകയില്ല. ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. സ്തോത്രം. താമ്പോനാൻ അടിച്ച് ശരിയാക്കി. ദൂതനെ ഇങ്ങോട്ട് വിട്ടു. ദൂതനോട് പറഞ്ഞു പോടാന്ന് പറഞ്ഞു അങ്ങോട്ട്. എന്തിനാ? അങ്ങോട്ട് കോടി ദൂതന്മാർ നിൽക്കില്ലേ സദാ സന്നദ്ധരായിട്ട്. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ 1,80,000 ഈ ടൈപ്പ് സാധനങ്ങളാണ് നിൽക്കുന്നത്. ഈ ടൈപ്പ് സാധനമാണ് നമുക്ക് കാവലും. പിന്നെ എന്നാ പേടിക്കാൻ? ഒരു ദൂതൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നീ അശൂർ പാളയത്തിലോട്ട് പറഞ്ഞു. ഒറ്റയടി 1,85,000. ഈ ടൈപ്പ് ദൂതനോട് പറഞ്ഞ് ഹെരോദാവിന്റെ ഇടോട്ട് പൊക്കോളാൻ പറഞ്ഞു. ആദ്യം കാരാഗൃഹത്തിൽ ഇറക്കി. ബിലാപ്പുറത്തൊരടി. ഈ ദൂതൻ അറിയാം എവിടെ അടിച്ചാലും ഉണരുവന്ന്. പടലിക്കടിച്ചാൽ ഇവൻ ഉണരുകയില്ല. ബിലാപ്പുറത്തിന്റെ തട്ട് ചാടി എഴുന്നേറ്റു. 1-ാം കാവലും 2-ാം കാവലും ഇരുമ്പോ അതിൽ സ്വറവേദന. 2 പേരും പുറത്തിറങ്ങിയിട്ട് പത്രോസ് നേരെ പ്രാർത്ഥിക്കുന്ന വീട്ടിലോട്ട് വന്ന് കറകാൻ മുട്ടി. അവിടെ ഭയങ്കര അറിഞ്ഞ് പ്രാർത്ഥനയാണ്. അപ്പോൾ ഒരു പങ്കച്ച് വന്ന് നോക്കി വെച്ച് പത്രോസിനെ കണ്ട് തുറക്കാൻ അവൾ അകത്തോട്ട്. മേരിമാമേ പീറ്റർ വന്ന് മിണ്ടായി ഭൂതമായിരിക്കും നിന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയുടെ എല്ലാം എഴുന്നേറ്റ്. അവൾ പറഞ്ഞില്ല മാമേ ഞാൻ പത്രോസിനെ കണ്ടതാ. അപ്പൊ പത്രോസ് കഥകെ വന്ന് മുട്ടുക. ദൂതൻ നേരെ പാലസിൽ പോയി. സമയമായപ്പോൾ ഹെരോദാവ് രാജവസ്ത്രമൊക്കെ ധരിച്ച് ഭദ്രാസനത്തിൽ വന്നിരുന്നു അവരോട് സംഭാഷിച്ചു. അപ്പോൾ ജനമെല്ലാം കൂടെ ആർത്തേച്ച് പറഞ്ഞു, യോ ഒരു ദേവനാ ഇത്, ദേവൻ ഇത് പാസ്റ്ററൊന്നുമല്ല, ഇത് ദൈവമാണ്. എടാ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കണം. ഒരു പാസ്റ്ററും കവർന്നെടുക്കരുത്, ഒരു കാവാലത്തിനും കൊടുക്കരുത്, കൂവാലത്തിനും കൊടുക്കരുത്. മഹത്വം ദൈവത്തിന് കൊടുക്കണം. കാവാലമൊന്നും ദൈവത്തിന് വിഷയമല്ല. അവിടുന്ന് മഹത്വമാനാ. തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയല്ല. ഇത് ആത്മീക ശുശ്രൂഷ നടത്തുമ്പോഴും ജനപ്രതിനിധികൾ വന്ന ഉടനെ ശുശ്രൂഷിക്കുന്നവരെ ഇരുത്തിയേച്ച് നമുക്ക് തന്നെ ശുശ്രൂഷയോട് വലിയ താല്പര്യമില്ല. ആരാ വന്നെ? പഞ്ചായത്ത് മെമ്പർ വന്ന് അവിടെ ഇരിക്കണം. ശുശ്രൂഷ കഴിഞ്ഞ് സമയം കൊടുക്കണം. ഒണ്ടേ ശുശ്രൂഷ നടക്കുമ്പോൾ പഞ്ചായത്ത് മെമ്പറേയും കൂട്ടിക്കൊണ്ട് സഭയിലെ കമ്മിറ്റിക്കാരൻ കറിയാ, കൊണപ്പെടാത്ത കറിയാ. അവനുടനെ മുടുത്തൊരു ബാജി. എന്താ വേണ്ട നിന്റെ ബാജി? ശുശ്രൂഷയ്ക്കാ പ്രാധാന്യം. ദൈവത്തിന് മഹത്വം കൊടുക്ക. തന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കുകയല്ല. ജനമെല്ലാം കൂടെ പറഞ്ഞത് ദേവനാ ദൈവമാ. എന്നാ ഈ വിട്ടി പറയണ്ടേ? നിർത്ത്. ഞാനല്ല ദൈവം, എന്നെ നിങ്ങളെ സൃഷ്ടിച്ച ഒരുവൻ ഉയരത്തിലുണ്ട്. ഇവൻ മിണ്ടിയില്ല. ഇവനോട് ആ കിട്ടിയതാട്ടെ, എപ്പോഴും കിട്ടുകയല്ലോ. ഭദ്രാസനത്തിൽ ഇങ്ങനെ ഇരിക്കുക, ദൈവം കളിച്ച്. തൊട്ടപ്പുറ ദൂതൻ നിപ്പുണ്ട്. ഈ വിഡ്ഢി ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഈ വിഡ്ഢിയാൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ദൈവം അവിടുന്ന് വിട്ടപ്പോഴേ 2 കാര്യം പറഞ്ഞ ആ ദൂതനോട് പറഞ്ഞു. 1, പീറ്ററിനെ വെളിയിൽ വിട്ടേക്കണം. 2, മറ്റവന്റെ അടിച്ചവന്റെ ഏപ്പളക്കണം. സ്തോത്രം. ചുമ്മാ കയറി അടിക്കാനും ഒക്കത്തില്ല, കാരണമില്ലാണ്. കാരണം അവിടെ കോടതി ഉള്ളതാ. ദൂതൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഇയാളെ എപ്പം ക്രമക്കേട് കാണിക്കും, സൂക്ഷം അടിക്കാൻ നിൽക്കുക. ജനമെല്ലാം കൂടെ പറഞ്ഞു, ഇത് ദൈവമാണ്.
അന്നേരം ഈ വിഡി പറയണ്ടേ, ഞാനല്ലടാ ദൈവം വിഡി, എന്നെ നിന്നെ സൃഷ്ടിച്ചൊരുവൻ ഉയരത്തിലുണ്ടെന്ന് പറയണ്ടേ? ഇവൻ മിണ്ടിയില്ല. ഇവനും അങ്ങ് ദൈവം കളിച്ചു, ഒറ്റ അടി കൊടുത്ത് കിണിക്കരയായി. നീ ദൈവസഭയോട് കളിച്ചാൽ, ജീവിക്കുന്ന ദൈവമക്കളോട് കളിച്ചാൽ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കെതിരെ തന്ത്രമുണ്ടാക്കിയാൽ, സകലരോടും ദൂറ് പറയുക, സുവിശേഷം പ്രസംഗിക്കുന്നവർക്കെതിരെ നീ കരുക്കളൊരുക്കിയാൽ, ദൈവസഭയ്ക്കെതിരെ നീ തന്ത്രം മെനഞ്ഞാൽ, അടിച്ച് നിന്നെ ക്രിമിക്കരയാക്കും. നിന്നെ അടിക്കും, നിന്റെ വലിയവനെ അടിക്കും. അവൻ കാരണം ഉന്നതനും ഇത് ഒരുവനുണ്ട്, അവനും ഇത് അത്യുന്നതനുണ്ട്. വിശ്വസിച്ച് സ്വോത്രം ചെയ്യ്, വിശ്വസിച്ച് സ്വോത്രം ചെയ്യ്. ദൈവം 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 അത്ഭുതം ചെയ്യും. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാ, അവിടുന്ന് അതിശയത്തിന്റെ ദൈവമാ. ജലഘടക തന്നെ സന്തൽ വിരി വിരി അർത്ഥരക്ഷസി വൈഡമൽക്കന ഊര ജല ധര ധര യേശുവിന്റെ നാമത്തിൽ. സൂക്ഷം നിന്നെ അടിക്കും. ദൈവസഭയ്ക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ, സുവിശേഷത്തിനെതിരെ, സുവിശേഷ പ്രവർത്തനത്തിനെതിരെ നീ കരുക്കളൊരുക്കിയാൽ അടിക്കും, നിന്നെ അടിക്കും. എന്നാൽ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ, നിനക്ക് നിന്റെ കുടുംബത്തിന് സമാധാനമാ. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കുക അല്പം സമയം കവർന്നെടുത്തതിൽ. എനിക്ക് 9 കഴിഞ്ഞു. എനിക്കിന്ന് ഒരു 11 മണി വരെ പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇല്ല, പറയത്തില്ല. ദൈവത്തിന് മഹത്വം. ഒരു വാക്യവും കൂടെ വായിച്ചങ്ങ് നിർത്താം. അത് വ്യാഖ്യാനിക്കുന്നില്ല, പുറത്തിറക്കുന്ന ദൈവം. 1, യോസേഫിനെ പുറത്ത് കൊണ്ടുവന്നു. 2, പീറ്ററിനെ പുറത്ത് കൊണ്ടുവന്നു. 3, യസ്രാ 1:7. യസ്രാ 1 ഇടത്ത് വശത്ത് മേളിൽ കടപൊടിഞ്ഞോട്ട് മറിക്കുമ്പം നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ രാജാവ് യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്ന തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന ദാഗോന്റെ ക്ഷേത്രം ശിനാർ ദേശത്ത് അവന്റെ അവിടെ കൊണ്ടുവച്ചിരിക്കുക. ക്ഷേത്രത്തിനകത്ത് ഇത് ദേവന്റെ, ഇത് വേറെ ആർക്കും, ഇത് ദേവന്റെ അറയ്ക്കകത്ത്. അവിടെ എത്ര അറയുണ്ടെന്ന് എഴുതിയിട്ടില്ല. ചിലയിടത്ത് അറകളുണ്ട്. ഇവിടെ എത്ര അറയാന്ന്? ശിനാർ ദേശത്ത് തന്റെ ദേവന്റെ യെരൂശലേമിൽ നെബൂഖദ്നേസർ കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ യഹോവാലയം വക ഉപകരണങ്ങളും കോരേശ് രാജാവ് പുറത്ത് പുറത്തിറക്കി. ഇത് പ്രസംഗിക്കണമെങ്കിൽ ദാനിയേൽ പ്രവചനവും എല്ലാം കൂടെ ചേർത്താ പറയേണ്ടത്. അതെനിക്ക് അറിയത്തില്ല നന്നായിട്ട് പറയാൻ. എന്തായാലും കൊള്ളാം, ഇവൻ പിടിച്ചു കൊണ്ടുപോയത് ദൈവാലയം വക വിശുദ്ധ ഉപകരണങ്ങൾ. വന്ന് പിടിച്ചടിച്ച് ശിംകരപ്രതാപിയാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തി തൻ പൊൻചിരസയോൻ BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിന 5ാം രാജ്യം ഉണ്ടാമേ പരമ 5ാം രാജ്യം ഉണ്ടാ കുഞ്ചിടാതെ കേൾക്കിൽ നിന്നും നെഞ്ചിലാനന്ദം വളർത്തുവാൻ 5ാം രാജ്യം ഉണ്ടാമേ പരമ 5ാം രാജ്യം ശത്രയ റോമയിൽ രാജമാക്കി ത്രികുരാജിതം റോമ അപ്പോഴെ മണ്ണു ചിച്ചിരുമാരെ കെൽപ്പകത്ത് ചിന്ന ഭിന്ന ഭിന്നമായി ഓപ്പുതന്നിൽ 5ാം രാജ്യം ഉണ്ടാമേ. പാടാൻ നേരമില്ലാത്ത പുള്ളിപ്പുള്ളിക്കൊത്ത ഭംഗി വീര്യങ്ങൾ തുള്ളിക്കളിക്കുന്ന ഗ്രീക്ക് സൈന്യങ്ങൾ മാസിഡോണിൽ നിന്ന് ഉദിച്ചേഴു കൊല്ല നിസ്തുല്യമാകാത്മ്യം ഒത്തത്ര വാണുമ 5ാം BC 606 നെബൂഖദ്നേസർ 521 അശൂർ ശൽമനേസർ ഇവരിവിടെ വന്ന് ദൈവാലയം സാധനമെല്ലാം കൂടെ എടുത്ത് ഇവന്റെ ദേവന്റെ സമയമായപ്പോൾ കോരേശന്റെ മനസ്സിനെ ദൈവം ഉണർത്തിച്ചു.
ജാതീയ രാജാക്കന്മാരെ ദൈവം ഉണർത്തും. പെന്തിക്കോസുകാരെ ഉണർത്തിയിട്ട് ഇനി വലിയ കാര്യം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. രാജാക്കന്മാരെ ഉണർത്തും. ദൈവാലയം നമുക്ക് പാത്രം മുഴുവൻ പുറത്തെടുപ്പിച്ചു. ദൈവത്തിന് വിശുദ്ധമായി ഉപയോഗിക്കേണ്ടതിന് ദൈവം പുറത്തു കൊണ്ടുവരും. നമ്മുടെ ദൈവം പുറത്തിറക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ദൈവം നിന്നെ സ്നേഹിക്കുന്നു. എവിടെ നീ മറഞ്ഞിരുന്നാലും ഒളിഞ്ഞിരുന്നാലും സമയത്ത് ദൈവം നിന്നെ പുറത്തിറക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്ക്. എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്ക്. എല്ലാവരും കർത്താവിന് മഹത്വം കൊടുക്ക്. ആരും മൗനമായിരിക്കാൻ അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്ത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാ, രക്ഷിക്കപ്പെട്ടോണം, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടോണം, അന്യഭാഷ പറഞ്ഞ് ആത്മസ്നാനം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം, വേർപാട് പാലിക്കണം, തിരുമേശ കിടക്കണം, പ്രമേണത്തിൽ നിൽക്കണം, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ.